ഹലോ നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന RRB NTPC എക്സാമുകൾക്ക് വേണ്ടുന്ന ബയോളജിയിൽ നിന്ന് വേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. സെൽസ് അല്ലെങ്കിൽ കോശം എന്ന് പറയുന്നത്. അപ്പം സെൽസ് അല്ലെങ്കിൽ കോശത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സെൽസ് അല്ലെങ്കിൽ അതിൻ്റെ മലയാളമാണെന്ത്? കോശം എന്ന് പറയുന്നത്. നോക്കാം. അപ്പോൾ എന്താണ് സെൽസ് എന്നുള്ളത്? സെൽസ് എന്താണെന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പം എന്താണ് ഒരു സെൽ എന്ന് പറയുന്നത്? ഒരു ജീവൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റാണ് എന്ത്? സെൽ അല്ലെങ്കിൽ കോശം എന്ന് പറയുന്നത്. അതാ ഫസ്റ്റ് പോയിന്റ് എഴുതിയിരിക്കുന്നത്, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അപ്പം വാട്ട് ഈസ് സെൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ സെൽ ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയാം. മനസ്സിലായോ? അതായത് ഒരു ജീവൻ്റെ ഏറ്റവും ഘടനപരം അതിൻ്റെ ഇംഗ്ലീഷാണെന്ത്? സ്ട്രക്ചറൽ ആൻഡ് ജീവിതധർമ്മപരമായിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അപ്പം സെൽ ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇനി ആ സെൽ എന്ന് പറയുന്ന ടേം അത് നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അപ്പം സെൽ എന്ന ടേം നമ്മൾ എടുത്തിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്, ഫ്രം ദ വേർഡ് സെല്ലുലെ. അപ്പം സെൽസ് ഈസ് ടേക്കൺ ഫ്രം ദ ലാറ്റിൻ ടേം ആൻഡ് ലാറ്റിൻ ടേം സെല്ലുലെ എന്ന് പറയും. ഓക്കെ ആണല്ലോ. സെല്ലുലെ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ റൂം. സെല്ലുലെ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്മോൾ റൂം എന്നാണ് സെല്ലുലെ എന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് നമ്മൾ സെൽസ് ചെറിയ അറകൾ പോലാണ് കാണപ്പെടുന്നത്. മനസ്സിലായോ? ആദ്യമായിട്ട് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? റോബർട്ട് ഹൂക്ക് എന്ന് പറയുന്നത്. 1665 1665 റോബർട്ട് ഹൂക്കാണ് ആദ്യമായിട്ടൊരു സെല്ല് കണ്ടുപിടിച്ചത്. ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ റോബർട്ട് ഹൂക്കാണ്. ഓക്കെ ആണല്ലോ. അപ്പം ഈ റോബർട്ട് ഹൂക്ക് ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പം ആ മൈക്രോസ്കോപ്പിനകത്ത് ചെറിയ ചെറിയ അറകൾ പോലെ, ചെറിയ റൂമുകൾ പോലെ കാണുന്നുണ്ട്. ആ സ്മോൾ റൂം എന്നർത്ഥം വരുന്ന സെല്ലുലെ എന്ന വാക്കിൽ നിന്നാണ് അദ്ദേഹം ഏത് വാക്ക് ഉപയോഗിച്ചത്? സെൽ എന്ന വാക്ക് ഉപയോഗിച്ചത്. അതാണ് ദ ടേം വാസ് കോയിൻഡ് ബൈ റോബർട്ട് ഹൂക്ക്. അപ്പം ടേം ഉപയോഗിച്ചത്, സെൽ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെയാണ്? റോബർട്ട് ഹൂക്ക് എന്നാണ് ഉത്തരം. ഓക്കെ ആണല്ലോ. ഇനി റോബർട്ട് ഹൂക്കിൻ്റെ ഒരു പുസ്തകമാണ് മൈക്രോഗ്രാഫിയ എന്ന് പറയുന്നത്. മൈക്രോഗ്രാഫിയ, ദ ഫസ്റ്റ് ബുക്ക് വിച്ച് ഡിസ്ക്രൈബ്സ് അബൌട്ട് സെൽസ് ഓർ സ്ട്രക്ചർ ഓഫ് സെൽസ്. അപ്പം ഒരു കോശത്തിൻ്റെ ഘടനയെപ്പറ്റി വിശദീകരിക്കുന്ന ആദ്യത്തെ പുസ്തകം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെ? മൈക്രോഗ്രാഫിയ തന്നെ. ഫസ്റ്റ് ബുക്ക് വിച്ച് ഡിസ്ക്രൈബ്സ് ദ സ്ട്രക്ചർ ഓഫ് സെൽസ് ഏതാ? മൈക്രോഗ്രാഫിയ. ഫസ്റ്റ് ബുക്ക് ടു describe structure of cell. അതേതാ? ഈ മൈക്രോഗ്രാഫിയ തന്നെ. ഓക്കെ ആണല്ലോ. ഇനി കോശത്തെക്കുറിച്ചുള്ള പഠനം, ദ സ്റ്റഡി ഓഫ് സെൽസ് വിച്ച് ഈസ് കോൾഡ് സൈറ്റോളജി. സ്റ്റഡി ഓഫ് സെൽസ് എന്താണ് പറയുന്നത്? സൈറ്റോളജി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സൈറ്റോളജി അല്ലെങ്കിൽ സെൽ ബയോളജി എന്ന ടേമും യൂസ് ചെയ്യാറുണ്ട്. സൈറ്റോളജി അല്ലെങ്കിൽ എന്ത് പറയും? സെൽ ബയോളജി എന്നും യൂസ് ചെയ്യാറുണ്ട്. സെൽ ബയോളജിയും ഉപയോഗിക്കാറുണ്ട്. അപ്പം കോശത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. അപ്പം എന്താണ് കോശമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ജീവൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റാണ് കോശം എന്ന് പറയുന്നത്. ദ ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ലൈഫ്, അതാണ് എന്ത്? കോശം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി ആ കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ 1665 റോബർട്ട് ഹൂക്ക് ആണ്. ആൻഡ് ദ ടേം വാസ് കോയിൻഡ് ബൈ ഓൾസോ ഹൂ? റോബർട്ട് ഹൂക്ക് തന്നെയാണ് ആ ടേമും ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. റോബർട്ട് ഹൂക്കിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണെന്ത്? മൈക്രോഗ്രാഫിയ, വിച്ച് ഡിസ്ക്രൈബ്സ് ദ ഫസ്റ്റ് ബുക്ക് ടു ഡിസ്ക്രൈബ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് സെൽസ്. ഓക്കെ ആണല്ലോ. ഇനി സ്റ്റഡി ഓഫ് സെൽ എന്ന് പറയുന്നത് സൈറ്റോളജി അല്ലെങ്കിൽ നമുക്ക് സെൽ ബയോളജി എന്ന ടേമും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇനി അപ്പം സ്റ്റഡി ഓഫ് സെല്ല് നമുക്കറിയാം എന്താണ്? സൈറ്റോളജി എന്നറിയാം. സ്റ്റഡി ഓഫ് ടിഷ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവാ? ഹിസ്റ്റോളജി എന്നാണ്. സ്റ്റഡി ഓഫ് ടിഷ്യൂ ചോദിക്കുകയാണെങ്കിൽ ഹിസ്റ്റോളജി. എന്തോ ഈ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടിഷ്യൂ അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ കലകൾ എന്ന് പറയും. ടിഷ്യൂ അല്ലെങ്കിൽ മലയാളത്തിൽ കല എന്ന് പറയും. എന്താണ് ഈ ടിഷ്യൂ എന്ന് പറയുന്നത്? ടിഷ്യൂ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സെൽസ്, ഒരേ ജോലി ചെയ്യുന്ന, ഒരേ ഫങ്ഷൻ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസ്, അതിനെയാണ് എന്ത് പറയുന്നത്? കലകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഗ്രൂപ്പ് ഓഫ് സെൽസ് വിച്ച് ഡു ദ സെയിം ഫങ്ഷൻ, they are called tissues, and the study of tissue is called histology. Study of tissue is called histology.
ഓക്കെ, ഇനി കുറേ ഡിസ്കവറികളാണ്, നമ്മൾ കണ്ടെത്തലുകളാണ് ഇനി അടുത്ത പഠിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഒരു കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ റോബർട്ട് ഹൂക്ക്. 1665 ആദ്യമായിട്ട് റോബർട്ട് ഹൂക്കാണ് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു കോശം കണ്ടെത്തിയത്. മനസ്സിലായോ? ആ കണ്ടെത്തിയ കോശം എന്ത് കോശമായിരുന്നു? അത് ജീവനുള്ള കോശമായിരുന്നോ അതോ ഒരു ഡെഡ് സെല്ലായിരുന്നോ? അന്ന് റോബർട്ട് ഹൂക്ക് കണ്ടെത്തിയ കോശം ഒരു ഉണങ്ങിയ സസ്യത്തിൻ്റെ തോലിൽ നിന്നാണ്. അതായത് അന്ന് റോബർട്ട് ഹൂക്ക് കണ്ടെത്തിയ എന്ത് സെല്ലാണ്? അത് കണ്ടെത്തിയത് ഒരു ഡെഡ് സെല്ലാണ്. അപ്പം അന്ന് റോബർട്ട് ഹൂക്ക് കണ്ടെത്തിയ സെല്ല് ഏതാ? അതൊരു ഡെഡ് സെല്ലാണ്. മനസ്സിലായോ? അപ്പം അന്ന് റോബർട്ട് ഹൂക്ക് കണ്ടെത്തിയത് ഒരു ഡെഡ് സെല്ലാണ്. അങ്ങനെയാണെങ്കിൽ ജീവനുള്ള സെല്ല്, ലിവിങ് സെല്ല് ആദ്യമായി കണ്ടെത്തിയത് ആരാന്ന് നമ്മൾ അറിയണം. അതാണ് ആന്റൺ വാൻ ലീവൻഹൂക്ക്. മനസ്സിലായോ? ലിവിങ് സെൽ വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ ആന്റൺ വാൻ ലീവൻഹൂക്ക്. ഇതേ ആന്റൺ വാൻ ലീവൻഹൂക്ക് തന്നെയാണ് എന്തൊക്കെ കണ്ടെത്തുന്നത്? ബാക്ടീരിയകളെയൊക്കെ കണ്ടെത്തുന്ന അതേ ആന്റൺ വാൻ ലീവൻഹൂക്ക് തന്നെയാണ് എന്ത് കണ്ടെത്തിയത്? ലിവിങ് സെല്ല് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പ്ലാന്റ് സെല്ല് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എം ജെ ശ്ലീഡൻ ആണ് ആദ്യമായിട്ട് പ്ലാന്റ് സെല്ല് കണ്ടെത്തുന്നത്. അതേപോലെ ആനിമൽ സെൽ വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ തിയോഡർ ഷ്വാൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് തന്നെ റോബർട്ട് ഹൂക്ക് ഡിസ്കവേർഡ് ദ ഡെഡ് സെൽ ആദ്യമായിട്ട് ഒരു ഉണങ്ങിയ സസ്യത്തിൻ്റെ തോലിൽ നിന്നാണ് റോബർട്ട് ഹൂക്ക് അന്ന് കണ്ടെത്തിയത്. അപ്പം ഡെഡ് സെല്ലിൽ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്തുത്തരം കൊടുക്കാം? റോബർട്ട് ഹൂക്ക് ഉത്തരം കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഇത്രയാണ് നമുക്ക് സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഈ പോയിന്റുകളെല്ലാം ഓർത്ത് വെച്ചോണം. അപ്പം എന്താണ് സെല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളത് സെൽ തിയറി എന്താണെന്നുള്ളതാണ്. സെൽ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരൊക്കെ ചേർന്ന് ആവിഷ്കരിച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ജെ ശ്ലീഡനും തിയോഡർ ഷ്വാനും കൂടെ ചേർന്ന് ആവിഷ്കരിച്ചതാണ് എന്ത്? ഈ സെൽ തിയറി. എന്തൊക്കെയാണ് ഈ സെൽ തിയറിക്കകത്ത് പറയുന്നത്? സെൽ തിയറിക്കകത്ത് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ സെൽ തിയറിക്കകത്ത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ. എന്തൊക്കെയാ? ഒന്ന്, എല്ലാ ജീവനും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജീവനും കോശങ്ങളാൽ നിർമ്മിതമാണ്. ഓൾ ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. അതാണ് ഫസ്റ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഓൾ ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. ഇനി രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോശം എന്ന് പറയുന്നത്, അതായത് നമ്മൾ പറഞ്ഞു ആദ്യത്തെ പോയിന്റ് പറഞ്ഞു ഒരു ജീവൻ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുക? കോശം കൊണ്ട് നിർമ്മിച്ചിരിക്കുക. ആ കോശം എന്ന് പറയുന്നത് ആ ജീവന്റെ ഘടനപരവും ജീവിതധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ്. അതായത് ദ സെൽ ഇസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലൈഫ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ സെൽ തിയറി, അതായത് എം ജെ ശ്ലീഡനും തിയോഡർ ഷ്വാനും കൂടെ ആവിഷ്കരിച്ച പ്രൊപ്പോസ് ചെയ്ത സെൽ തിയറി, ആ സെൽ തിയറിക്കകത്ത് പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഓൾ ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് ദ സെൽ ഇസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലൈഫ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ഒരു കണ്ടെത്തലിന് പല ഡ്രോബാക്സും ഉണ്ടാകും, പല പോസിറ്റീവ്സും കാണും. അപ്പോൾ എന്തൊക്കെയാണ് ഡ്രോബാക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഡ്രോബാക്സ് ഓഫ് സെൽ തിയറി നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് സെൽ തിയറിയുടെ ഡ്രോബാക്സ് എന്നുള്ളത്? ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ഡ്രോബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 2 പോരായ്മകളാണ് സെൽ തിയറിക്കകത്ത് പറയുന്നത്. ഒന്നാമത്തെ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പുതിയ സെൽ ഉണ്ടാവുന്നു. നമ്മൾ പറഞ്ഞ് കാര്യം ശരിയാണ്, എല്ലാ ജീവനും കോശങ്ങളാൽ നിർമ്മിതമാണ്. ആ കോശം എന്ന് പറയുന്നത് എല്ലാ ജീവൻ്റെയും ഘടനപരവും ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഒക്കെയാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതെങ്ങനെയാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത്? ആ കാര്യം തിയോഡർ ഷ്വാനും എം ജെ ശ്ലീഡനും ആവിഷ്കരിച്ച സെൽ തിയറിക്കകത്ത് പറയുന്നില്ലായിരുന്നു. അപ്പോൾ അതെവിടെ പറയുന്നു, അല്ലെങ്കിൽ അതൊരു പോരായ്മയായിട്ടാണ് പറയുന്നത്. അപ്പം എന്താണ് സെൽ തിയറിയുടെ പോരായ്മ? ഒന്നാമത്തെ പോരായ്മ വെച്ച് കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ന്യൂ സെൽസ് വാസ് നോട്ട് എക്സ്പ്ലെയിൻഡ് ഇൻ ദ സെൽ തിയറി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫോർമേഷൻ ഓഫ് ന്യൂ സെൽസ് വാസ് നോട്ട് എക്സ്പ്ലെയിൻഡ് ഇൻ സെൽ തിയറി. സ്വാഭാവികമായിട്ടും ഡ്രോബാക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണണം. അങ്ങനെ പരിഹാരം കണ്ടുകൊണ്ട് 1958 റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന വ്യക്തി ഒരു തിയറി പ്രപ്പോസ് ചെയ്തു. എന്താണ് റുഡോൾഫ് വിർഷോ പറയുന്നത്? അതായത് പുതിയ കോശം ഉണ്ടാകുന്നത് എങ്ങനെ എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷനുമായിട്ടാണ് ആര് വരുന്നത്? റുഡോൾഫ് വിർഷോ വരുന്നത്.
മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത്? അതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് ആര് വന്ന്? റുഡോൾഫ് വിർഷോ 1958 ആയപ്പോഴത്തേനും വന്നു. പുള്ളി എന്താ പറഞ്ഞത്? പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ വ്യക്തി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റുഡോൾഫ് വിർഷോ ആണ്. അതായത് in 1958 റുഡോൾഫ് വിർഷോ proposed that all the new cells are derived from pre-existing cells by cell division. കോശ വിഭജനം വഴി, കോശത്തിന്റെ വിഭജനം വഴി നിലവിലുണ്ടായ ഒരു സെല്ല് തന്നെ, ഒരു കോശം തന്നെയാണ് എന്തായിട്ട് മാറുന്നത്, അതിൽ നിന്ന് തന്നെയാണ് എന്താ ഉണ്ടാവുന്നത്? പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു പ്രൊപ്പോസൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് പറഞ്ഞ് മുന്നോട്ട് വന്ന വ്യക്തിയാണ് ആര്? റുഡോൾഫ് വിർഷോ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് ചോദിക്കാം. ഹു പ്രൊപ്പോസ് ദാറ്റ് ഓൾ ദി ന്യൂ സെൽസ് ആർ ഡെറൈവ്ഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് ബൈ സെൽ ഡിവിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയാം? നമുക്ക് റുഡോൾഫ് വിർഷോയുടെ പേര് പറയാം. വർഷം ഓർത്തിരിക്കുക, 1958. ഓക്കെ, ഈ കൺസെപ്റ്റിന് ഒരു പേരുണ്ട്. ഇപ്പോൾ റുഡോൾഫ് വിർഷോ പറഞ്ഞ ഈ കൺസെപ്റ്റിന് ഒരു പേരുണ്ട്. ആ പേരാണ് നമ്മൾ പറഞ്ഞ ഒമിനിസ് സെല്ലുലെ ഈ സെല്ലുലെ. ഒമിനിസ് സെല്ലുലെ ഈ സെല്ലുലെ. അപ്പം വേണം ഇങ്ങനെ ചോദിക്കാം, ഹു പ്രൊപ്പോസ് ദ തിയറി ഒമിനിസ് സെല്ലുലെ ഈ സെല്ലുലെ എന്ന് ചോദിക്കുവാണെങ്കിൽ എന്ത് നമുക്ക് ഉത്തരം പറയാം? റുഡോൾഫ് വിർഷോ എന്ന് പറയാം. ഓക്കെ ആണല്ലോ? അപ്പോൾ റുഡോൾഫ് വിർഷോ ആണ് ഏത് തിയറി മുന്നോട്ട് കൊണ്ടുവരുന്നത്? ഒമിനിസ് സെല്ലുലെ ഈ സെല്ലുലെ എന്ന തിയറി മുന്നോട്ട് കൊണ്ടുവരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റുഡോൾഫ് വിർഷോ ആണ്. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ സെൽ തിയറിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെൽ തിയറിയിലെ 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അതിൻ്റെ പോരായ്മകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പോരായ്മകളിനകത്ത് ഒന്നാമത്തെ പോരായ്മ പറഞ്ഞു. എന്താ പോരായ്മ? ഫോർമേഷൻ ഓഫ് ന്യൂ സെൽ വാസ് നോട്ട് എക്സ്പ്ലെയിൻഡ് ഇൻ ദ സെൽ തിയറി. ഓക്കെ ആണല്ലോ? അതിന് പരിഹാരമായിട്ട് റുഡോൾഫ് വിർഷോ പരിഹാരം കാണുകയും ചെയ്തു. എന്ത് റുഡോൾഫ് വിർഷോ പറഞ്ഞ്? ഓൾ ദ ന്യൂ സെൽസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് ബൈ സെൽ ഡിവിഷൻ. ഓക്കെ ആണല്ലോ? ഇനി രണ്ടാമത്തെ പോരായ്മ, രണ്ടാമത്തെ ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാധകമല്ലാത്തൊരു വിഭാഗം ആൾക്കാരുണ്ട്. സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം, സെൽ തിയറി ബാധകമല്ലാത്ത ഒരു വിഭാഗം ആളായിരുന്നു ആര്? വൈറസുകൾ എന്ന് പറയും. വൈറസ് ഡസ് നോട്ട് ഫോളോ ദ സെൽ തിയറി. വൈറസ് ഡസ് നോട്ട് ഫോളോ ദ സെൽ തിയറി. എന്തുകൊണ്ടാണ് വൈറസ് സെൽ തിയറി ഫോളോ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് വൈറസ് സെൽ തിയറി ഫോളോ ചെയ്യാത്തത്? നമ്മൾ കോശ സിദ്ധാന്തം അല്ലെ സെൽ തിയറി പറഞ്ഞപ്പോൾ അതിന് ആദ്യത്തെ പോയിന്റ് എന്തുവാ? എല്ലാ ജീവനും കോശങ്ങളാൽ നിർമ്മിതമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലയോ? നമ്മളെല്ലാ ജീവനും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞു. ആ ഫസ്റ്റ് പോയിന്റ് തന്നെ ആർക്ക് ഔട്ടായി? നമ്മുടെ വൈറസുകൾക്ക് ഔട്ടായി. വൈറസ് എന്തില്ല? വൈറസിന് കോശമില്ല. അതായത് വൈറസ് ഡസ് നോട്ട് ഹാവ് എനി സെൽ ഓർ ഡസ് നോട്ട് ഹാവ് എനി സെൽ ഓർഗനലെ. ഇപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറസ് ഡു നോട്ട് ഹാവ് എനി സെൽ ഓർഗനലൈസ് ഓർ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി സെൽ. പിന്നെ എങ്ങനെ ഈ വൈറസ് എന്ന് പറയുന്ന സാധനം എന്തുവാ? അതിനൊരു കോശം ഇല്ലെങ്കിൽ പിന്നെ എന്തോ വൈറസ്? വൈറസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കോട്ട് മാത്രമാണ്. അതായത് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രോട്ടീൻ കോട്ടാണ് വൈറസ്. ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രോട്ടീൻ കോട്ടാണ്. ഈ പ്രോട്ടീൻ കോട്ടിന് പറയുന്ന പേരാണ് ക്യാപ്സിഡ്. പ്രോട്ടീൻ കോട്ടിന് പറയുന്ന പേരാണ് ക്യാപ്സിഡ്. ഈ പ്രോട്ടീൻ കോട്ടിനകത്ത് ആരുണ്ട്? DNA അല്ലെങ്കിൽ RNA ഉണ്ട്. DNA ഓർ RNA ഉണ്ട്. മനസ്സിലായോ? ഇത്രയാണ് ഒരു വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു വൈറസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ വൈറസ് ഈസ് സറൗണ്ടഡ് വിത്ത് എ പ്രോട്ടീൻ കോട്ട് കോൾഡ് ക്യാപ്സിഡ് എന്ന് പറയും. മനസ്സിലായോ? അപ്പം എന്തുകൊണ്ടാണ് സെൽ തിയറി വൈറസുകൾക്ക് ബാധകമല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് വൈറസ് ഡസ് നോട്ട് ഹാവ് എനി സെൽ ഓർഗനലെ ഓർ ഇറ്റ് ഡസ്നറ്റ് ഹാവ് എനി സെൽ അറ്റ് ഓൾ. ഓക്കെ ആണല്ലോ? ഇനി എന്തുകൊണ്ടാണ് ഈ വൈറസ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സറൗണ്ടഡ് വിത്ത് എ പ്രോട്ടീൻ കോട്ട് കോൾഡ് ക്യാപ്സിഡ്. And inside that capsid എന്തുണ്ട്? There will be either RNA or a DNA. മനസ്സിലായോ? ആ ക്യാപ്സിഡിനകത്ത് ഒന്നെങ്കിൽ ഒരു DNA കാണും അല്ലെങ്കിൽ RNA കാണും. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇനി ഏതിനകത്തൊക്കെയാണ് DNA കാണുന്നില്ല, ഏതിനകത്തൊക്കെയാണ് RNA കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറസ് സസ്യകോശങ്ങളെ ആക്രമിക്കുന്ന വൈറസുകളാണെങ്കിൽ
ആ വൈറസിനകത്ത് എന്താണുള്ളത്? RNA ആണോ ഉള്ളത്? മനസ്സിലായോ? സസ്യകോശങ്ങളെ ആക്രമിക്കുന്ന വൈറസുകളിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ളത് RNA ആണ്. ഇനി വൈറസുകൾ നമ്മുടെ ആനിമൽ സെല്ലിനെ ആക്രമിക്കുന്ന വൈറസ് ആണെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? DNA കാണും, അല്ലെങ്കിൽ RNA കാണും. മനസ്സിലാവും? അതിനകത്ത് രണ്ടും വരാം. ഓക്കെ ആണല്ലോ. അപ്പം വൈറസ് വിച്ച് അറ്റാക്സ് പ്ലാന്റ് സെൽസ് contain RNA and the virus which attacks animal cells contain DNA or RNA in it. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് സെൽ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സെൽ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് സെൽ തിയറി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് സെൽ തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽ തിയറി പറയുന്നത് എന്താ? ഓൾ ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെൽ ഇസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലൈഫ് ആൻഡ് ദിസ് സെൽ തിയറി വാസ് പ്രൊപ്പോസ്ഡ് ബൈ MJ Schleiden ആൻഡ് തിയോഡർ ഷ്വാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു MJ Schleiden എന്ത് കണ്ടെത്തിയെന്നാണ് പറഞ്ഞത്? സസ്യകോശം, പ്ലാന്റ് സെല്ല് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? പ്ലാന്റ് സെല്ല് കണ്ടെത്തിയ വ്യക്തിയാണ് MJ Schleiden. അതേപോലെ തിയോഡർ ഷ്വാൻ എന്തുവാ? ആനിമൽ സെൽ കണ്ടെത്തിയ വ്യക്തിയാണ് തിയോഡർ ഷ്വാൻ. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പ്രപ്പോസ് ചെയ്തതാണ് എന്ത്? സെൽ തിയറി. ഇനി ഡ്രോബാക്സ് ഓഫ് സെൽ തിയറിയാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഒന്നാമത്തെ ഡ്രോബാക്ക്? ഫോർമേഷൻ ഓഫ് സെൽ വാസ് നോട്ട് എക്സ്പ്ലെയിൻഡ് ഇൻ ദ സെൽ തിയറി. അതിനകത്ത് ഒന്നാമത്തെ അതിന് പരിഹാരം എന്തുവാ കണ്ടത്? ഡ്യൂറിംഗ് 1958 റുഡോൾഫ് വിർഷോ പ്രപ്പോസ് ദാറ്റ് ഓൾ ദ ന്യൂ സെൽസ് ആർ ഡെറൈവ്ഡ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് ബൈ സെൽ ഡിവിഷൻ. ഓക്കെ. ഇനി ഈ കൺസെപ്റ്റിനൊരു പേരുണ്ട്. എന്താ? കൺസെപ്റ്റ് ഈസ് നോൺ ആസ് ഒമിനിസ് സെല്ലുലെ ഇ സെല്ലുലെ. ഒമിനിസ് സെല്ലുലെ ഇ സെല്ലുലെ. ഇനി രണ്ടാമത്തെ ഡ്രോബാക്ക് ആണ് വൈറസ് ഡു നോട്ട് ഫോളോ സെൽ തിയറി. എന്തുകൊണ്ട് അത് ഫോളോ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഡു നോട്ട് ഹാവ് എനി സെൽ ഓർഗനലൈസ് ഓർ സെൽ. വൈറസ് ഡു നോട്ട് ഹാവ് എനി സെൽ ഓർഗനലൈസ് ഓർ സെൽ. പിന്നെ അതിനെന്താ ഉള്ളത്? വൈറസിന് എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സറൗണ്ട് ചെയ്തേക്കുന്നത് എന്ത് വെച്ചാൽ ഒരു പ്രോട്ടീൻ കോട്ട. ഇറ്റ് ഈസ് സറൗണ്ടഡ് വിത്ത് എ പ്രോട്ടീൻ കോട്ട് കോൾഡ് ക്യാപ്സിഡ് ആൻഡ് ഇൻസൈഡ് ക്യാപ്സിഡ് ദർ ഇസ് എൻ DNA ഓർ RNA. ആ ക്യാപ്സിഡിനകത്ത് എന്തുണ്ട്? ഒരു RNA കാണും, അല്ലെങ്കിൽ ഒരു DNA കാണും. ഇനി സസ്യകോശങ്ങളെ ആക്രമിക്കുന്ന വൈറസ് ആണെങ്കിൽ എന്താ? ഇറ്റ് കണ്ടെയ്ൻസ് RNA. ഇനി ആനിമൽ സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളാണെങ്കിൽ അതിനകത്ത് എന്താ ഉള്ളത്? ഒന്നുകിൽ DNA കാണും, അല്ലെങ്കിൽ RNA കാണും. അപ്പോൾ ഇതാണ് സെൽ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ സെൽ തിയറി എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക്, അതായത് കുറച്ച് ബേസിക് ഫാക്ട്സുകളായിട്ട് നമുക്ക് നോക്കാം. കോശമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ബേസിക് ഫാക്ട്സുകളായി പറയുന്നത്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം, അല്ലെങ്കിൽ സ്മോളസ്റ്റ് സെൽ ഇൻ എർത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ നമ്മൾ പറയുന്നത്? മൈക്കോപ്ലാസ്മ ഗ്യാലിസെപ്റ്റിക്കം. അപ്പോൾ മൈക്കോപ്ലാസ്മ ഗ്യാലിസെപ്റ്റിക്കം ആണെന്ത്? സ്മോളസ്റ്റ് സെൽ ഇൻ എർത്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്കിതിനെ ചുരുക്കി എങ്ങനെ പറയാം? PPLO എന്നും പറയാം. ഇതിനെ ചുരുക്കി നമുക്ക് PPLO എന്ന് പറയാം. PPLO എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഇതാണ് PPLO. അപ്പോൾ സ്മോളസ്റ്റ് സെൽ ഇൻ എർത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? മൈക്കോപ്ലാസ്മ ഗ്യാലിസെപ്റ്റിക്കം ഓർ PPLO എന്ന് പറയാം. രണ്ടും സെയിം തന്നെ. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്മോളസ്റ്റ് സെല്ല് മൈക്കോപ്ലാസ്മ ഗ്യാലിസെപ്റ്റിക്കം ആണെങ്കിൽ ലാർജസ്റ്റ് സെൽ ഇൻ ദ എർത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ഓസ്ട്രിച്ച്, എഗ് ഓഫ് ആൻ ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ചിൻ്റെ മുട്ടയാണ് എന്ത്? ഭൂമിയിലെ ഏറ്റവും വലിയ കോശം എന്ന് പറയുന്നത്. ഓക്കെ ആണേ. ഇനി ലാർജസ്റ്റ് സെല്ലിന് ഹ്യൂമൻ ബോഡി, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ചോദിക്കുവാണെങ്കിൽ ഓവം. ഓക്കെ ആണല്ലോ. ഇനി ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ചോദിക്കുവാണെങ്കിൽ സ്പേം. ഓക്കെ. അപ്പം ലാർജസ്റ്റ് സെൽ ഇൻ ഹ്യൂമൻ ബോഡി ഓവം, സ്മോളസ്റ്റ് സെൽ ഇൻ ഹ്യൂമൻ ബോഡി സ്പേം. ഇനി ലോങ്ങസ്റ്റ് സെൽ ഇൻ ഹ്യൂമൻ ബോഡി, നീളം കൂടിയ കോശം, നമ്മുടെ ശരീരത്തിലെ നീളം കൂടിയ കോശം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറോൺ ആണ്. നാഡീകോശം എന്ന് പറയും. ന്യൂറോൺ അല്ലെങ്കിൽ ഇതിൻ്റെ മലയാളം എന്തുവാ? നാഡീകോശം എന്ന് പറയും. മനസ്സിലായോ? ഇനി സെൽ വിച്ച് കനോട്ട് ബി ഡിവൈഡഡ് ഇൻ ഹ്യൂമൻ ബോഡി, നമ്മുടെ ശരീരത്തിൽ വിഭജിക്കാത്ത കോശം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സെൽ വിച്ച് കനോട്ട് ബി ഡിവൈഡഡ് ഇൻ ഹ്യൂമൻ ബോഡി, അതും ഏത് തന്നെ?
ന്യൂറോൺ തന്നെ അല്ലെങ്കിൽ നാഡീകോശം തന്നെ. എന്തുകൊണ്ടാണ് ഈ ന്യൂറോണിന് അല്ലെങ്കിൽ നാഡീകോശത്തിന് വിഭജിക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ജന്തുകോശങ്ങളിനകത്തുള്ള 2 സെൽ ഓർഗനിലെയാണ് ലൈസോസോമും അതേപോലെ സെൻട്രോസോമും. സെൻട്രോസോം എന്തിനു സഹായിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽ ഡിവിഷന് വേണ്ടി സഹായിക്കുന്ന ഒരു സെൽ ഓർഗനിലെയാണ് എന്ത് സെൻട്രോസോം എന്ന് പറയുന്നത്. മനസ്സിലായോ? സെൽ ഡിവിഷന് സഹായിക്കുന്ന ഒരു സെൽ ഓർഗനിലെയാണ് സെൻട്രോസോം. അപ്പം ആ സെൻട്രോസോം ഏതിനകത്തില്ല? നമ്മുടെ ന്യൂറോണിനകത്തില്ല, അല്ലെ നാഡീകോശത്തിനകത്ത് സെൻട്രോസോം ഇല്ല. സെൻട്രോസോം ഉണ്ടെങ്കിലല്ലേ സെൽ ഡിവിഷൻ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് വിഭജിക്കാത്ത കോശമായിട്ട് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂറോൺ പറയുന്നത്. അപ്പം സെൽ വിച്ച് കനോട്ട് ബി ഡിവൈഡഡ് ഇൻ ഹ്യൂമൻ ബോഡി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂറോൺ ആണ്. അതിൻ്റെ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ റീസൺ ബിക്കോസ് they lack centrosome. Because they lack centrosome. Because they lack centrosome. Because they lack centrosome. ഓക്കെ ആണല്ലോ. അപ്പം സെൽ വിച്ച് കനോട്ട് ബി ഡിവൈഡഡ് ഇൻ ഹ്യൂമൻ ബോഡി ഈസ് ന്യൂറോൺ. ഇനി സെൽ വിത്ത് മോസ്റ്റ് ലൈഫ് സ്പാൻ, ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ന്യൂറോണാണ്. ഒബ്വിയസ്ലി നമുക്കറിയാം ന്യൂറോൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, വിഭജിക്കാത്ത കോശമാണ് എന്ത്? നാഡീകോശം എന്ന് പറയുന്നത്. വിഭജിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഏറ്റവും കൂടുതൽ ആയുസ്സും ഉള്ളത് ഏതിന് തന്നെ ആയിരിക്കും? ആ നാഡീകോശത്തിന് തന്നെ ആയിരിക്കും. എത്രയാണ് ലൈഫ് സ്പാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നാഡീകോശത്തിൻ്റെ ലൈഫ് സ്പാൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ ആയുസ് തന്നെ. ഹ്യൂമൻ ലൈഫ് സ്പാൻ ആണ് അതിന് പറയുന്നത്. ഹ്യൂമൻ ലൈഫ് സ്പാൻ ആണ് പറയുന്നത്. അത് അബൌട്ട് 80 to 100 ഇയേഴ്സ്. 80 to 100 ഇയേഴ്സ് ആണ് ഒരു നാഡീകോശത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് എന്ത് തന്നെ പറയാം? ഹ്യൂമൻ ലൈഫ് സ്പാൻ എന്ന് തന്നെ പറയാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് മോസ്റ്റ് നമ്പർ ഓഫ് സെൽ ഇൻ ഹ്യൂമൻ ബോഡി. ശരീരത്തിലുള്ള ഏറ്റവും കൂടുതലുള്ള കോശം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലഡ് ആണ്, ബ്ലഡ് സെൽസ് ആണ്. ബ്ലഡ് സെൽസിൽ ഏതാ? RBC. ബ്ലഡ് സെൽസിൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ RBC അറൗണ്ട് 45 to RBCയുടെ കൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 45 to 60 lakhs ആണ്. 60 lakhs ആണ്. $45 lakhs to 60 lakhs ആണ് എന്ത്? നമ്മുടെ RBCയുടെ കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം 45 ലക്ഷം തൊട്ട് 60 ലക്ഷം വരെയാണ് എന്തിൻ്റെ എണ്ണം? RBCയുടെ എണ്ണം. ആ RBC തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കോശം അല്ലെങ്കിൽ സെൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ബ്ലഡ് സെൽ വിത്ത് ദ മോസ്റ്റ് ലൈഫ് സ്പാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? നാഡീകോശമാണ്. സെൽ വിത്ത് മോസ്റ്റ് ലൈഫ് സ്പാൻ എന്ന് മാത്രം ചോദിക്കുവാണെങ്കിൽ അത് ന്യൂറോൺ തന്നെയാണ്, നാഡീകോശം തന്നെയാണ്. ഇനി ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലോ ബ്ലഡ് സെൽ വിത്ത് മോസ്റ്റ് ലൈഫ് സ്പാൻ, രക്തകോശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കാ? RBCക്ക്. RBCയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ എത്ര? ഏകദേശം 120 ദിവസമാണ് RBCയുടെ ആയുസ് എന്ന് പറയുന്നത്. RBCയുടെ ആയുസ് എന്ന് പറയുന്നത് എത്ര? 120 ദിവസമാണ്. മനസ്സിലായോ? പിന്നെ ഇതുകൂടാതെ രക്തകോശങ്ങളാണ് WBCയും പ്ലേറ്റ്ലെറ്റ്സും ഒക്കെ വരുന്നത്. ആ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സ്ട്രാ ആയിട്ട് കണ്ടാൽ മതി. RBCയുടെ നമ്മൾ ആയുസ് പറഞ്ഞു 120 ദിവസം എന്ന് പറഞ്ഞു. WBCയുടെ ആയുസ് എത്ര? WBCയുടെ ആയുസ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 ദിവസം. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ആയുസ് ചോദിച്ചു കഴിഞ്ഞാൽ 1 തൊട്ട് 10 ദിവസം അല്ലെങ്കിൽ 1 വീക്ക് എന്ന് പറയും. ഓക്കെ, 1 വീക്ക് എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ കോശമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇത് പഠിച്ചു വെച്ചേക്കാം. ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവാൻ തന്നെ നമുക്ക് നോക്കാം. ഇനി നമ്മൾ സെൽ സ്ട്രക്ചറിലേക്ക് പറയുക. അപ്പോൾ ഇത്രയും നമ്മൾ നോക്കി എന്തൊക്കെയാ? എന്താണ് ഒരു കോശം എന്നുള്ളത് നമ്മൾ നോക്കി. എന്താണ് ഒരു കോശം? കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലൈഫ്.
അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആരാണ് കോശം കണ്ടെത്തിയത്, പലതരത്തിലുള്ള കണ്ടെത്തലുകൾ, ജീവനുള്ള കോശം കണ്ടെത്തിയത്, ഡെഡ് സെല്ല് കണ്ടെത്തിയത്, പ്ലാന്റ് സെല്ല്, ആനിമൽ സെല്ല് കണ്ടെത്തിയത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു എന്താ, സെൽ തിയറിയെക്കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മൾ സെൽ തിയറിയെക്കുറിച്ച് പഠിച്ചു. ഹൂ പ്രപ്പോസ് സെൽ തിയറി നമ്മൾ പഠിച്ചു. ഇനി സെൽ തിയറിക്കകത്ത് പറയുന്ന 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാ ആ 2 കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഡ്രോബാക്സ് ഓഫ് സെൽ തിയറി നമ്മൾ പഠിച്ചു. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ കൂടെ അതിനുള്ള ഉത്തരവും പറഞ്ഞു പോകണം. ഓക്കെ, അപ്പോൾ ഡ്രോബാക്സ് ഓഫ് സെൽ തിയറി നമ്മൾ പഠിച്ചു. 2 ഡ്രോബാക്സ് നമ്മൾ പറഞ്ഞു. ആദ്യത്തത് പുതിയ സെൽസിനെ കുറിച്ച് പറയുന്നില്ല, അപ്പോൾ അത് പരിഹാരം ആരാന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ കൂടെ പോകണം. രണ്ടാമത്തത് വൈറസ് ഡു നോട്ട് ഫോളോ സെൽ തിയറി, അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളതും നിങ്ങളുടെ മനസ്സിലൂടെ പോകണം. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പഠിച്ചു. വലിയ കോശം, ചെറിയ കോശം, ഏറ്റവും കൂടുതലുള്ളത്, നീളം കൂടിയത്, ആയുസ് കൂടിയത്, വിഭജിക്കാത്തത്, എണ്ണത്തിൽ കൂടുതൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് സെല്ലിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഒരു സെല്ല് നമ്മൾ കയ്യിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് കാണാം, അതാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. സെൽ സ്ട്രക്ചറിൽ ആദ്യത്തെ നമുക്ക് സെൽ വാളിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൽ സ്ട്രക്ചർ നമ്മൾ പഠിക്കുമ്പം ആദ്യമേ നമ്മൾ സെൽ വാളിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം സെൽ സ്ട്രക്ചേഴ്സ്, സെല്ലെന്ന് പറയുന്നത് 2 ടൈപ്പാണ് നമ്മൾ പറയുന്നത്. ഒന്ന് പ്ലാന്റ് സെല്ലും പറയും, ഒന്ന് ആനിമൽ സെല്ലും പറയും. രണ്ടിനും കോമൺ ആയിട്ട് ഒരുപാട് സെൽ ഓർഗനലൈസും വരാറുണ്ട്. സെൽ ഓർഗനലൈ മീൻസ് അതിനകത്തുണ്ടാവുന്ന ഈ പറഞ്ഞ പാർട്ടുകൾ, അതായത് മൈറ്റോകോൺട്രിയ, റൈബോസോം, സെൽ വാള്, വാക്യൂള്, സെൻട്രോസോം, ലൈസോസോം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ചേർത്ത് ജനറലി നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, സെൽ ഓർഗനലൈ എന്ന് പറയും. കോശാംഗങ്ങൾ എന്നൊക്കെ മലയാളത്തിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പം ആ സെൽ ഓർഗനലൈസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഓരോന്ന് നോക്കുന്നത്. അതിൽ ആദ്യത്തത് നമ്മൾ സെൽ വാളിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സെല്ല് 2 ടൈപ്പ് സെല്ലുകളാണ്. പ്ലാന്റ് സെല്ലുണ്ട്, ആനിമൽ സെല്ലുണ്ട്. ചില സെൽ ഓർഗനലൈസ് രണ്ടിലും കോമൺ ആയിട്ട് കാണാറുണ്ട്. ചിലത് പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്നതുണ്ട്, ചിലത് ആനിമൽ സെല്ലിൽ മാത്രം കാണുന്നതുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ ആദ്യമേ നമ്മൾ പറയുന്നത് സെൽ വാളിനെ കുറിച്ചാണ്. ഈ സെൽ വാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്നൊരു സെൽ ഓർഗനലൈ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറാണ്. മനസ്സിലായോ? അപ്പോൾ സെൽ സ്ട്രക്ചറിൽ ആദ്യത്തെ നമ്മൾ പറയുന്നത് സെൽ വാളിനെ കുറിച്ചാണ്. ഈ സെൽ വാള് കാണപ്പെടുന്ന എവിടെ മാത്രമാണ്? പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന ഒരു സാധനമാണെന്ത്, സെൽ വാൾ എന്ന് പറയുന്നത്. ഒൺലി ഇൻ പ്ലാന്റ് സെല്ല്. ഓക്കെ ആണല്ലോ. ഔട്ടർ മോസ്റ്റ് കവറിങ് ഓഫ് എ പ്ലാന്റ് സെല്ല്. എന്തുവാ ഇതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിങ്? അവിടെ ഈ പോകുന്നില്ലയോ, ഇതിൻ്റെ ഒരു സൂം ചെയ്ത ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതാണ് ഒരു സെൽ വാൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഔട്ടർ മോസ്റ്റ് കവറിങ് ഓഫ് എ പ്ലാന്റ് സെല്ല്. ഔട്ടർ മോസ്റ്റ് കവറിങ് ആണ്. സ്വാഭാവികമായിട്ടും പ്ലാന്റ് സെല്ലിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഷേപ്പ് ആൻഡ് റിജിഡിറ്റി. അപ്പം ഫംഗ്ഷൻ ഓഫ് എ സെൽ വാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ഷേപ്പ് ആൻഡ് റിജിഡിറ്റി ടു ദ പ്ലാന്റ് സെല്ല്. അപ്പം സസ്യകോശങ്ങൾക്ക് അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലിന് ഷേപ്പും റിജിഡിറ്റിയും ഒക്കെ കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെൽ വാൾ തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇനി ഈ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്ത് വെച്ചിട്ടാണ്, എന്ത് സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് കൊണ്ടാണ് സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത്. ഏത് കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലുലോസ്. അപ്പം സെൽ വാൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് കൈറ്റീൻ ഇൻ പ്ലാന്റ് സെൽസ്. സെല്ലുലോസ് ആൻഡ് കൈറ്റീൻ. അപ്പം സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസും ഉണ്ടാകും. മനസ്സിലായോ? സെല്ലുലോസിൻ്റെ പ്രത്യേകത എന്തുവാ? സെല്ലുലോസിൻ്റെ പ്രത്യേകത ഞാൻ ഇവിടെ മാറ്റി ഒന്ന് എഴുതുക. സെല്ലുലോസ് എന്താ അതിൻ്റെ പ്രത്യേകത? മോസ്റ്റ് അബണ്ടൻറ്റ് കാർബോഹൈഡ്രേറ്റ് ഇൻ എർത്ത്. നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലെ ധാന്യകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുലോസാണ്. സംശയമുണ്ടോ? നമ്മളൊന്ന് നമ്മുടെ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്തിനെയാണ്? സസ്യങ്ങളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. ആ സസ്യങ്ങളിനകത്ത് ഓരോ സസ്യവും എടുത്തു കഴിഞ്ഞാൽ അതിന് കോടാനുകോടി കോശങ്ങൾ കാണും. ആ കോടാനുകോടി കോശങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ പുറത്ത് ഒരു സെൽവാൾ കാണും. ആ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സെല്ലുലോസും ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാം, ഒട്ടും തന്നെ ചിന്തിക്കാതെ പറയാം, എന്താ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാന്യകം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ? സെല്ലുലോസ. മോസ്റ്റ് അബണ്ടൻറ്റ് കാർബോഹൈഡ്രേറ്റ് ഇൻ എർത്ത്. മോസ്റ്റ് അബണ്ടൻറ്റ് കാർബോഹൈഡ്രേറ്റ് ഇൻ എർത്ത്. അപ്പം മോസ്റ്റ് അബണ്ടൻറ്റ് കാർബോഹൈഡ്രേറ്റ് ഇൻ എർത്ത് ആണ് ഇത് സെല്ലുലോസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതേപോലെ തന്നെ സെല്ലുലോസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനിൽ ദഹിക്കാത്ത കാർബോഹൈഡ്രേറ്റ്. മനുഷ്യനിൽ ദഹിക്കാത്ത കാർബോഹൈഡ്രേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ? സെല്ലുലോസ് ആണ്.
കാർബോഹൈഡ്രേറ്റ് വിച്ച് ഡു നോട്ട് ഡൈജസ്റ്റ് ഇൻ ഹ്യൂമൻ. മനസ്സിലായോ? കാർബോഹൈഡ്രേറ്റ് വിച്ച് ഡൈജസ്റ്റ് ഇൻ ഹ്യൂമൻ. മനസ്സിലായോ? അപ്പം മനുഷ്യനിൽ ദഹിക്കാത്ത കാർബോഹൈഡ്രേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? സെല്ലുലോസ് ആണ്. അതേപോലെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലുലോസ് ആണ്. ആ സെല്ലുലോസ് വെച്ചിട്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ്, സെൽ വാൾ ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് കൈറ്റിൻ ഇൻ പ്ലാന്റ് സെൽസ്. ഓക്കെ ആണല്ലോ. ഇനി ബാക്ടീരിയയുടെ സെൽ വാളിന് ഒരു പേരുണ്ട്. അതാണ് എന്ത്? പെപ്റ്റിഡോ ഗ്ലൈക്കൻ. അത് ഒരു പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. മനസ്സിലായോ? സെൽ വാൾ ഇൻ ബാക്ടീരിയ ഈസ് മേഡ് അപ്പ് ഓഫ് വാട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതാ? പെപ്റ്റിഡോ ഗ്ലൈക്കൻ. ഓക്കെ ആണേ. അപ്പം സെൽ വാൾ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് അടുത്ത സ്ട്രക്ചറിനകത്തോട്ട് പോകാം. രണ്ടാമത്തെ ആണ് എന്ത്? സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സെൽ മെംബ്രെയിൻ അതായത് നമ്മുടെ സെൽ വാൾ കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഒരു കുറച്ചുകൂടെ ഡാർക്കായിട്ട് വരച്ചേക്കുന്നില്ലേ, അതാണ് സെൽ മെംബ്രെയിൻ. ഇറ്റ് ഈസ് സീൻ ഓൺ ബോത്ത് ആനിമൽ സെൽ ആൻഡ് പ്ലാന്റ് സെൽ. ഓക്കെ. അപ്പോൾ ഇതാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പം സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണെന്ത്? പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ ഒരു കോശം എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജന്തുകോശം എടുത്ത് വയ്ക്കുന്നു. പ്ലാന്റ് സെൽ വിട്ടാൽ ജന്തുകോശം നമ്മൾ എടുത്ത് വയ്ക്കുന്നു. ജന്തുകോശം എടുത്ത് നമ്മുടെ കൈ വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ആദ്യം കാണുന്ന നമുക്ക് കാണാൻ പറ്റുന്ന അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ട്. ആ ലെയറാണ് എന്ത്? ഈ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. പ്ലാന്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അത് സെൽ വോളിനകത്താണ് വരുന്നത്. പ്ലാന്റ് സെല്ലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ സെൽ വോളിനകത്താണ്. സെൽ വോളാണ് അത് പ്ലാന്റ് സെല്ലിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് വരുന്നത്. മനസ്സിലായോ? അതിനകത്താണ് സെൽ മെംബ്രെയിൻ. എന്നാൽ ഒരു ജന്തുകോശം എടുക്കുവാണെങ്കിൽ, ആനിമൽ സെൽ എടുക്കുവാണെങ്കിൽ ദ ഔട്ടർ മോസ്റ്റ് കവറിങ് ഓഫ് ആൻ ആനിമൽ സെല്ല്. മനസ്സിലായോ? ഒരു കോശത്തിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളിയാണെന്ത്? ഈ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ സെൽ മെംബ്രെയിനിന് പ്ലാസ്മ മെംബ്രെയിൻ എന്ന പേര് കൊടുത്തത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജന്തുകോശം കണ്ടെത്തിയ അല്ലെ ആനിമൽ സെൽ കണ്ടെത്തിയ തിയോഡർ ഷ്വാനാണ്. മനസ്സിലായോ? തിയോഡർ ഷ്വാനാണ് ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ന പേര് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പം സെൽ മെംബ്രെയിൻ, ദ അതർ നെയിം ഓഫ് സെൽ മെംബ്രെയിൻ ഈസ് കോൾഡ് പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് ദ ടേം പ്ലാസ്മ മെംബ്രെയിൻ വാസ് കോയിൻഡ് ബൈ തിയോഡർ ഷ്വാൻ. ഓക്കെ ആണല്ലോ. ഇനി ഔട്ടർ കവറിങ് നമ്മൾ പറഞ്ഞു. എന്താണിത്? ഇത് സെൽ വാളിൻ്റെ ആനിമൽ സെല്ലിൻ്റെ ഔട്ടർ കവറിംഗ് ആണ്. ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഓഫ് ആനിമൽ സെല്ല്. ഓക്കെ ആണല്ലോ. ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഓഫ് ആനിമൽ സെൽ. ആൻഡ് ഇൻ പ്ലാന്റ് സെൽ എടുക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് വിത്തിൻ ദ സെൽ വാൾ. സെൽ വാളിൻ്റെ അകത്തായിട്ടാണ് ഈ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെ സെൽ മെംബ്രെയിൻ കാണുന്നത്. മനസ്സിലായോ? ഇനി എന്തുവാ ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ജോലി? എന്താണ് ഈ കോശത്തിനകത്ത് പ്ലാസ്മ മെംബ്രെയിൻ ചെയ്യുന്നത്? നമ്മൾ അകത്തോട്ടും പുറത്തോട്ടും ഒക്കെ കടത്തി വിടണമെന്ന് തീരുമാനിക്കുന്ന ആരാ? ഈ പറഞ്ഞ പ്ലാസ്മ മെംബ്രെയിനാണ്. മനസ്സിലായോ? പ്ലാസ്മ മെംബ്രെയിൻ വിചാരിക്കണം നമ്മൾ അകത്ത് പോകണോ പുറത്ത് പോകണോ. നമ്മളെന്ന് പറഞ്ഞാൽ ആരാ? മോളിക്യൂൾസ് പോകുന്ന കാര്യമാണ്. പോഷകങ്ങൾ, ഓക്സിജന്, ഇതൊക്കെ കോശത്തിനകത്ത് പോകണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? ഈ പ്ലാസ്മ മെംബ്രെയിനാണ്. റെഗുലേറ്റ്സ് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ സെല്ല്. കോശത്തിൻ്റെ അകത്തേക്കും പുറത്തേക്കുമുള്ള മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ പോഷകങ്ങളുടെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇതിന് സഹായിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇതാണ് സെൽ വാൾ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേര് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണേ. സെൽ വാൾ അല്ല, സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം എന്താണ് സെൽ മെംബ്രെയിൻ എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ് പ്രോട്ടോപ്ലാസം, സൈറ്റോപ്ലാസം. രണ്ട് ടേംസ് ആണ്, പ്രോട്ടോപ്ലാസം, സൈറ്റോപ്ലാസം. പ്രോട്ടോപ്ലാസത്തിൻ്റെ മലയാളം കൂടെ വേണം എഴുതി വെച്ചേക്കാം. ജീവദ്രവ്യം, കോശദ്രവ്യം. ഇതാണ് രണ്ട് മലയാളം. നമുക്ക് ഇംഗ്ലീഷ് മതി. അപ്പം പ്രോട്ടോപ്ലാസം, സൈറ്റോപ്ലാസം. നമ്മൾ നേരത്തെ ഒരു ആനിമൽ സെൽ എടുത്ത് കൈവച്ചേക്കുക. അപ്പം നമ്മൾ അതിൻ്റെ പുറമേ കാണുന്ന എന്തുവാ? നമുക്കൊരു സെൽ മെംബ്രെയിൻ കാണാം, അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ കാണാം. ആ പ്ലാസ്മ മെംബ്രെയിൻ്റെ ജോലി എന്തുവാ നമ്മൾ പറഞ്ഞത്? അകത്തോട്ടും പുറത്തോട്ടും കടത്തിവിടുന്നത്. ആൾക്കാരെ അകത്തോട്ടും പുറത്തോട്ടും കടത്തിവിടുന്നതാണ് ഈ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ നമ്മൾ ഈ സാധനം എടുത്ത് വെച്ച് ഒരു ആനിമൽ സെല്ല് നമ്മൾ എടുത്ത് വെച്ച് നമ്മൾ ഇതിനകത്തോട്ടൊന്ന് കയറാൻ വേണ്ടി പോവുക. നമ്മൾ ഈ കോശത്തിനകത്തേക്ക് കയറാൻ പോവുക. അകത്ത് കയറി അതിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടി പോവുക. മനസ്സിലായോ? അപ്പോൾ അകത്തേക്ക് കയറണമെങ്കിൽ അതിനാര് സമ്മതം തന്ന്?
പ്ലാസ്മ മെമ്പറൈൻ പറഞ്ഞ് കയറിക്കോ എന്ന് പറഞ്ഞ് സമ്മതം തന്ന് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറി. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പ്ലാസ്മ മെമ്പറൈൻ അല്ലെങ്കിൽ സെൽ മെമ്പറൈൻ്റെ അകത്ത് കയറി നമുക്ക് എന്തൊക്കെ കാണാമോ? മനസ്സിലായോ? നമ്മൾ സെൽ മെമ്പറൈൻ്റെ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈൻ്റെ അകത്തു കയറി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നമുക്ക് എന്തൊക്കെ കാണാവോ അതിനെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ദ ഹോൾ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻസൈഡ് ദ പ്ലാസ്മ മെമ്പറൈൻ. ഹോൾ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻസൈഡ് ദ പ്ലാസ്മ മെമ്പറൈൻ. കുറച്ചുകൂടെ എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എവറിത്തിങ് ഇൻക്ലൂഡിങ് ന്യൂക്ലിയസ് ഇൻസൈഡ് ദ പ്ലാസ്മ മെമ്പറൈൻ എന്താണ്? അതാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോട്ടോപ്ലാസം എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഞാൻ കോശത്തിനകത്ത് കയറി, എന്നെ സെൽ മെമ്പറൈൻ എന്ത് ചെയ്ത് കോശത്തിനകത്ത് കയറ്റി. ഓക്കെ ആണല്ലോ. ഇനി എനിക്ക് എൻ്റെ ചുറ്റിനും കാണുന്ന എല്ലാത്തിനെയും ഞാൻ വിളിച്ച പേരാണ്. എൻ്റെ ചുറ്റിനും എനിക്ക് എന്തൊക്കെ കാണാവോ, ന്യൂക്ലിയസ് ഉൾപ്പെടെ എനിക്ക് എന്തൊക്കെ കാണാവോ അതിനെല്ലാം ചേർത്ത് ഞാനൊരു പേരിട്ട് എന്താ? പ്രോട്ടോപ്ലാസം എന്ന് വിളിച്ചു. മനസ്സിലായോ? അത് എഴുതിയേക്കുന്നത് ദ ഹോൾ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻസൈഡ് ദ പ്ലാസ്മ മെമ്പറൈൻ, ദാറ്റ് ഈസ് എവറിത്തിങ് ഇൻക്ലൂഡിങ് ന്യൂക്ലിയസ്. ഈ ഒരു ടേം ഓർത്ത് വെച്ചോണം. എവറിത്തിങ് ഇൻക്ലൂഡിങ് ന്യൂക്ലിയസ് ഇൻസൈഡ് ദ പ്ലാസ്മ മെമ്പറൈൻ ഈസ് കോൾഡ് പ്രോട്ടോപ്ലാസം, അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് ജീവദ്രവ്യം എന്ന് പറയാം. ഓക്കെ ആണേ? അതാണ് ഫിസിക്കൽ ബേസിസ് ഓഫ് എ ലൈഫ്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോപ്ലാസമാണ്. ഫിസിക്കൽ ബേസിസ് ഓഫ് എ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോപ്ലാസമാണ്. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്തുവാ? സൈറ്റോപ്ലാസം. ഓക്കെ ആണേ? ഇതിനകത്ത് കയറിയപ്പോൾ എനിക്ക് ആദ്യം എടുക്കാൻ ഇഷ്ടപ്പെട്ടത് ആരെയാ? ന്യൂക്ലിയസാണ്. ഈ ന്യൂക്ലിയസിനെ എടുത്ത് ഞാൻ പുറത്തു വന്നു. മനസ്സിലായോ? ഞാൻ നോക്കിയപ്പോൾ അവിടെ ന്യൂക്ലിയസ് ഇരിക്കുന്നു. ആ ന്യൂക്ലിയസിനെയും പിച്ചെടുത്ത് ഞാൻ സെല്ലിന് പുറത്തു വന്നു. ഇനി ഇതിനകത്ത് എന്തൊക്കെയുണ്ട് അതിനെ ഞാൻ വിളിക്കുന്ന പേരാണെന്ത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ നേരത്തെ എന്ത് ചെയ്ത്? പ്ലാസ്മ മെമ്പറൈൻ എനിക്ക് സമ്മതം തന്ന് ഞാൻ അകത്തോട്ട് പോയി. അന്നേരം അകത്തോട്ട് കയറിയപ്പം എൻ്റെ ചുറ്റിനും ഞാൻ എന്തൊക്കെ കണ്ടോ, ന്യൂക്ലിയസ് ഉൾപ്പെടെ എൻ്റെ ചുറ്റിനും ഞാൻ എന്തൊക്കെ കണ്ടോ അതിനെ ഞാൻ പ്രോട്ടോപ്ലാസം എന്ന് വിളിച്ചു. മനസ്സിലായോ? ഇനി ആ പ്രോട്ടോപ്ലാസത്തിൽ നിന്ന് ഞാൻ ആ ന്യൂക്ലിയസിനെ പിച്ചിയെടുത്ത് ഇനി കോശത്തിന് പുറത്തു വന്നു, സെല്ലിന് പുറത്തു വന്നു. ബാക്കി ഈ സെൽ മെമ്പറൈനകത്ത് എന്തൊക്കെയുണ്ടോ? ഇപ്പം ന്യൂക്ലിയസ് ഇല്ലല്ലോ. അപ്പം ഈ ബാക്കി ഈ സെൽ മെമ്പറൈനകത്ത് അകത്തായിട്ട് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം കൂടെ ചേർത്ത് ഞാൻ എന്ത് വിളിച്ച്? സൈറ്റോപ്ലാസം എന്ന് വിളിച്ച്. അതാണ്ട് പ്രസന്റ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയർ മെമ്പറൈൻ ആൻഡ് ഇൻസൈഡ് ദ പ്ലാസ്മ മെമ്പറൈൻ. അതായത് ന്യൂക്ലിയർ മെമ്പറൈന് പുറത്തും പ്ലാസ്മ മെമ്പറൈന് അകത്തുമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കോശം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇതൊരു കോശം, ഇത് ന്യൂക്ലിയസ്. ഓക്കെ ആണല്ലോ. ഇത് ഫുള്ള് ആണെന്ത്? ഇത് ഫുള്ള് ഞാൻ എന്ത് പറഞ്ഞു? ന്യൂക്ലിയസ്. ഓക്കെ ആണേ? താണ്ട ഇതാണ് ഒരു സെല്ലെന്ന് പറയുന്നത്. ഒരു സെല്ലിൻ്റെ സ്ട്രക്ചറാണ് ഞാൻ വരച്ചേക്കുന്നത്. മനസ്സിലായേ? താണ്ട ഈ വരച്ചേക്കുന്നതെല്ലാം ഈ റെഡ് വെച്ച് ഞാൻ വരച്ചേക്കുന്നതിനെല്ലാം ഞാൻ എന്ത് പറഞ്ഞു? പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞു. മനസ്സിലായോ? റെഡ് വെച്ച് മാർക്ക് ചെയ്തേക്കുന്ന എല്ലാം, റെഡിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വരുന്നില്ലയോ? ഇതെല്ലാം വരുന്നുണ്ട് റെഡിനകത്ത്. ന്യൂക്ലിയസും സെൽ മെമ്പറൈനും എല്ലാം വരുന്നു. സെൽ മെമ്പറൈനകത്തും ന്യൂക്ലിയസിനകത്തും എല്ലാം വരുന്നുണ്ട്. അതിനെ എല്ലാം കൂടെ ചേർത്ത് ഞാൻ എന്ത് പറഞ്ഞു? ഇതാണ് എന്ത്? പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി സൈറ്റോപ്ലാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈറ്റോപ്ലാസം എന്തുവാ? ഞാനൊരു സെല്ല് വരച്ചു, അതിനകത്തൊരു ന്യൂക്ലിയസ് വരച്ചു. ഓക്കെ, ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് നോക്ക്. മനസ്സിലായോ? ന്യൂക്ലിയസ് ഒഴികെ ഞാൻ വരച്ചേക്കില്ലയോ? ഇതാണെന്ത്? ഇതാണ് സൈറ്റോപ്ലാസം.
സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താണ് പ്രോട്ടോപ്ലാസം, എന്താണ് സൈറ്റോപ്ലാസം എന്ന് മനസ്സിലായോ? ഇത്രയൊക്കെയാണേ. അപ്പോൾ നമുക്ക് നോക്കാം. സൈറ്റോപ്ലാസം പ്രസന്റ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിനിന് പുറത്താണല്ലോ. ആൻഡ് ഇൻസൈഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ. ഇൻസൈഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ. അല്ലെങ്കിൽ നമുക്ക് ഈ സെന്റൻസ് വെച്ച് എങ്ങനെ പറയാം? എവറിത്തിങ് എക്സ്ക്ലൂഡിംഗ് ന്യൂക്ലിയസ്. മനസ്സിലായോ? എവറിത്തിങ് എക്സ്ക്ലൂഡിംഗ് ന്യൂക്ലിയസ് ഇൻസൈഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ നമുക്ക് എന്ത് പറയാം? സൈറ്റോപ്ലാസം എന്ന് പറയാം. എവറിത്തിങ് ഇൻക്ലൂഡിംഗ് ന്യൂക്ലിയസ് ഇൻസൈഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ നമുക്ക് എന്ത് പറയാം? പ്രോട്ടോപ്ലാസം എന്ന് പറയാം. ഓക്കെ ആണേ. ഇനി സൈറ്റോപ്ലാസത്തിനകത്ത് 80% എന്താണ്? വാട്ടറാണ്. 80% ഓഫ് സൈറ്റോപ്ലാസം ഈസ് കംപ്രൈസ്ഡ് ഓഫ് വാട്ടർ. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി അടുത്തതാണെന്ത്? മൈറ്റോകോൺട്രിയ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ആദ്യമേ സെൽ സ്ട്രക്ചറിനെ പറ്റി പഠിക്കാനാണ് തുടങ്ങിയത്. സെൽ സ്ട്രക്ചറിനകത്ത് നമ്മൾ ആദ്യമേ സെൽ വാൾ എന്താണെന്ന് പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണപ്പെടുത്തുള്ളൂ. പിന്നെ സെൽ മെംബ്രെയിൻ നമ്മൾ പറഞ്ഞു. അത് പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും കാണപ്പെടുന്നതാണ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് പ്രോട്ടോപ്ലാസം, എന്താണ് സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണെന്ത്? മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയയുടെ ഏറ്റവും പ്രധാന പോയിന്റ് തന്നെയാണെന്ത്? പവർ ഹൗസ് ഓഫ് ദ സെൽ. അപ്പം മൈറ്റോകോൺട്രിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പവർ ഹൗസ് ഓഫ് ദ സെൽ. ഒരു സെല്ലിന്റെ ഊർജ്ജ നിർമ്മാണ കേന്ദ്രം. മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഊർജ്ജ നിർമ്മാണ കേന്ദ്രം. മനസ്സിലായോ? അതായത് എനർജീനെ ഉണ്ടാക്കുന്നതും എനർജീനെ സ്റ്റോർ ചെയ്യുന്നതും എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയയിലാണ്. മനസ്സിലായോ? ദ പ്ലേസ് വെയർ എനർജി ഈസ് ബിൽഡ് ആൻഡ് സ്റ്റോർഡ്. മനസ്സിലായോ? ദ പ്ലേസ് വെയർ എനർജി ഈസ് ബിൽഡ് ആൻഡ് സ്റ്റോർഡ്. പ്ലേസ് വെയർ എനർജി ഈസ് ബിൽഡ് ആൻഡ് സ്റ്റോർഡ്. മനസ്സിലായോ? അപ്പോൾ എനർജീനെ ഉണ്ടാക്കുന്നതും സ്റ്റോർ ചെയ്യുന്നതും എവിടെ? മൈറ്റോകോൺട്രിയയിലാണ്. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് നമ്മൾ മൈറ്റോകോൺട്രിയ എന്ത് വിളിക്കുന്നത്? പവർ ഹൗസ് ഓഫ് ദ സെൽ. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇനി എന്താണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർട്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ഇൻറ്റു എനർജി റിച്ച് കോമ്പൗണ്ട് ATP. മനസ്സിലായോ? അപ്പോൾ ഈ മൈറ്റോകോൺട്രിയയിൽ വെച്ച് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ശ്വസനം വഴി നമുക്ക് കിട്ടുന്ന ഓക്സിജനും മറ്റ് പോഷകങ്ങളും ഒക്കെ ഉപയോഗിച്ച് അത് ഒരു സെല്ലുലാർ റെസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. അത് നമ്മൾ ഇനി വരുന്ന ടോപ്പിക്കുകളിലൊക്കെ നമ്മൾ നോക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? അപ്പോൾ ഈ സെല്ലുലാർ റെസ്പിറേഷനിൽ ഓക്സിജന്റെയും പോഷകങ്ങളുടെയും ഒക്കെ സഹായത്തോടു കൂടി എന്തുണ്ടാക്കുന്നയാ? എനർജി റിലീസ് ചെയ്യും. മനസ്സിലായോ? എനർജി റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന എനർജി ഏത് രൂപത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ATPയുടെ രൂപത്തിൽ. മനസ്സിലായോ? അതായത് എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ATP. ഇനി എന്താണ് ATP എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. ATP എന്തുവാ? അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. ATPയുടെ ഫുൾ ഫോം ആണ് അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. മനസ്സിലായോ? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എനർജി കറൻസി. ഇപ്പൊ ATPയെ വിളിക്കുന്ന വേറൊരു പേരാണെന്ത്? എനർജി കറൻസി എന്നൊക്കെ വിളിക്കാറുണ്ട് ATPയെ. മനസ്സിലായോ? അപ്പം കൺവേർട്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ഇൻറ്റു എനർജി റിച്ച് കോമ്പൗണ്ട് ATP. ഫുൾ ഫോം ഓഫ് ATP എന്തുവാ? അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. ഓക്കെ ആണല്ലോ. ഇനി റെസ്പിറേറ്ററി സൈറ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു സെല്ലുലാർ റെസ്പിറേഷനിൽ 2 സ്റ്റേജസിലാണ് നടക്കുന്നത്. ഗ്ലൈക്കോളിസിസ്, ക്രെബ്സ് സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ് 2 ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ റെസ്പിറേഷന് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം ആ സെല്ലുലാർ റെസ്പിറേഷനിൽ റെസ്പിറേറ്ററി സൈറ്റ് എന്നറിയപ്പെടുന്നത് ഏതാ? നമ്മുടെ മൈറ്റോകോൺട്രിയാണ്. അപ്പം റെസ്പിറേറ്ററി സൈറ്റ് ഓഫ് എ സെല്ലുലാർ റെസ്പിറേഷൻ. ഓക്കെ ആണല്ലോ. ഇനി എനർജി നമ്മൾ പറഞ്ഞു എനർജി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ATP ആൻഡ് ദിസ് ATP is also known as energy currency. മനസ്സിലായോ? ഈ ATP വിളിക്കുന്നത് എങ്ങനെയാ? എനർജി കറൻസി എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. ഇനി സെൽ ഓർഗനിലെ വിച്ച് ഹാസ് ഇറ്റ്സ് ഓൺ DNA അപ്പാർട്ട് ഫ്രം ന്യൂക്ലിയസ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആട്ടോ. Rrb Ntpcക്ക് ഒരു പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ്. വിച്ച് ഓർഗനിലെ ഹാസ് ഇറ്റ്സ് ഓൺ DNA അപ്പാർട്ട് ഫ്രം ന്യൂക്ലിയസ്. ഇപ്പം ന്യൂക്ലിയസ്, സാധാരണ ന്യൂക്ലിയസിലാണ് ഈ DNA ഒക്കെ വരുന്നത്. മനസ്സിലായോ? ന്യൂക്ലിയസിൽ കൂടാതെ ആർക്കാണ്, ഏത് സെൽ ഓർഗനിലേക്കാണ് സ്വന്തമായിട്ട് DNA ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാർക്കാ? നമ്മുടെ മൈറ്റോകോൺട്രിയയ്ക്കാണ്. മനസ്സിലായോ? അപ്പം മൈറ്റോകോൺട്രിയയ്ക്ക് എന്തുണ്ട്? സ്വന്തമായിട്ട് DNA ഉള്ള ഒരു സെൽ ഓർഗനിലെയാണെന്ത്? മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. DNA മാത്രമല്ല, അതിന് സ്വന്തമായിട്ട് റൈബോസം വരെയുണ്ട്.
നമ്മളിനി പഠിക്കാൻ പോകും റൈബോസോം. അപ്പോൾ സ്വന്തമായിട്ട് റൈബോസോമും സ്വന്തമായിട്ട് DNA ഉള്ള ഒരാളാണ് ആര്? നമ്മുടെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇതാണ് മൈറ്റോകോൺട്രിയയുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം മൈറ്റോകോൺട്രിയ എന്താണ്? അപ്പം എന്താണ് മൈറ്റോകോൺട്രിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈറ്റോകോൺട്രിയ എന്താ? പവർ ഹൗസ് ഓഫ് ദ സെൽ. Power house of the cell. It converts oxygen and nutrient into energy rich compound called ATP, and the full form of ATP is adenosine triphosphate. Okay ആണല്ലോ. ഇനി respiratory site of a cellular respiration, and the energy is stored in the form of ATP. So ATP is also known as energy currency. ഇനി cell organelle which has its own DNA apart from nucleus. ന്യൂക്ലിയസ് കൂടാതെ സ്വന്തമായിട്ട് DNA ഉള്ള ഒരു സെൽ ഓർഗനിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആരാ? മൈറ്റോകോൺട്രിയ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇത് മൈറ്റോകോൺട്രിയയുടെ ഒരു സ്ട്രക്ചർ അതാ കണ്ടില്ലയോ? മൈറ്റോകോൺട്രിയക്ക് സ്വന്തമായിട്ട് എന്തോ ഉണ്ട്? ഒരു DNA ഒക്കെ ഉണ്ട്. മൈറ്റോകോൺട്രിയക്ക് എന്തുണ്ട്? സ്വന്തമായിട്ടൊരു DNA ഒക്കെ വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പം ഇതാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. സ്വന്തമായിട്ട് DNA ഉണ്ട്, അതേപോലെ സ്വന്തമായിട്ട് റൈബോസോം ഉണ്ട് മൈറ്റോകോൺട്രിയയ്ക്ക്. അപ്പം സെൽ ഓർഗനിലെ വിച്ച് ഹാസ് ഇറ്റ്സ് ഓൺ DNA ഓൾസോ. വേറെ എന്തോ ഉണ്ട്? കൂട്ടത്തിൽ എന്തോ വരുന്നുണ്ട്? ഓൾസോ ഇറ്റ്സ് ഓൺ റൈബോസോം. ഇറ്റ്സ് ഓൺ റൈബോസോം. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ? ഇത്രയും കാര്യങ്ങളിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്ത വരുന്നതാണ് ഗോൾഗി ബോഡീസ് എന്ന് പറയും. എന്തോ ഈ ഗോൾഗി ബോഡീസ് എന്ന് പറയുന്നത്? ഗോൾഗി ബോഡീസ്, ഗോൾഗി അപ്പാരറ്റസ് എന്നൊക്കെ പറയും. എന്താ ഈ ഗോൾഗി ബോഡീസ് എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിൽ കുറേ സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഹോർമോൺസ്, എൻസൈംസ്, മ്യൂക്കസ്. ഇതിങ്ങനെ സെക്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനെ ചുമ്മാ അങ്ങനെ അഴിച്ചു വിടാൻ പറ്റത്തില്ലല്ലോ, ചുമ്മാ ഒഴുക്കി അങ്ങ് വിടാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആയാലും എൻസൈംസ് ആയാലും മ്യൂക്കസ് ആയാലും ഇതിനെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ആ പാക്കറ്റുകളാക്കി സൂക്ഷിച്ച് വെക്കുന്ന ആളാണ് ആര്? നമ്മുടെ ഗോൾഗി ബോഡീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിൻ്റെ സ്ട്രക്ചറാണ് പറഞ്ഞേക്കുന്നത്. ഗ്രൂപ്പ് ഓഫ് ട്യൂബ്സ്, വെസിക്കിൾസ് ആൻഡ് വാക്യൂൾസ്. ഇവിടെ കാണുമ്പോൾ നമുക്കറിയാം എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് കുറേ ട്യൂബുകളുടെയും വെസിക്കിൾസിൻ്റെയും വാക്യൂൾസിൻ്റെ ഒക്കെ ഒരു കൂട്ടമാണ് ഈ ഗോൾഗി ബോഡീസ് എന്ന് പറയുന്നത്. എന്തോ ഇതിന് ചെയ്യുന്നത്? സെക്രട്ടറി ഓർഗനിലെ ഓഫ് ദ സെല്ല്, അതായത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്, എൻസൈംസ്, മ്യൂക്കസ്. അത് എഴുതിയേക്കുന്നത് ഹെൽപ്സ് ടു സ്റ്റോർ എൻസൈംസ്, മ്യൂക്കസ്, ഹോർമോൺസ് ഇൻ ടു സ്മോൾ പാക്കറ്റ്സ്. ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി സൂക്ഷിച്ച് വയ്ക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോൾഗി ബോഡീസിനെ എങ്ങനെ വിളിക്കും? പാക്കിംഗ് ഓർഗനലെ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഗോൾഗി ബോഡീസിനെ വിളിക്കുന്നത് വേറൊരു പേരാണെന്ത്? പാക്കിംഗ് ഓർഗനലെ. ഓക്കെ ആണല്ലോ. ഇനി മോസ്റ്റ്ലി സീൻ ഇൻ ഗ്ലാൻഡ് സെൽസ്. സ്വാഭാവികമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇത് ഗോൾഗി ബോഡീസ് ഏറ്റവും കൂടുതൽ പ്രധാനമായും കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലാൻഡ് സെൽസിലാണ്, അല്ലെങ്കിൽ ഗ്രന്ഥികോശങ്ങളാണ്. ഗ്ലാൻഡിന്റെ മലയാളമാണെന്ത്? ഗ്രന്ഥികോശങ്ങൾ. മനസ്സിലായോ? അപ്പം ഗ്ലാൻഡ് സെൽസിനാണ് കൂടുതൽ കാണപ്പെടുന്നത്. കാരണം ഗ്രന്ഥികളാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ എൻസൈംസ്, മ്യൂക്കസ്, ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെ തന്നെ? ഗ്ലാൻഡ് സെൽസിലാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിന് വേറൊരു പേരുണ്ട്. എന്താ? നമ്മൾ പറഞ്ഞു ഇതെല്ലാം ചെറിയ പാക്കറ്റിലൊക്കെ വിട്ടേക്കുന്നത്. ഈ പാക്കറ്റ് ഓരോ സ്ഥലത്തേക്കും ആർക്കാണോ ആവശ്യം, എങ്ങോട്ടാണോ പോകാൻ ആവശ്യമുള്ളത് അങ്ങോട്ടേക്ക് ഇത് പറഞ്ഞു വിടും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ട്രാഫിക് പോലീസ് ഓഫ് എ സെൽ, വിച്ച് സെൽ ഓർഗനിലെ ഈസ് കോൾഡ് ആസ് ട്രാഫിക് പോലീസ് ഓഫ് എ സെൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഉത്തരം കൊടുക്കാം? ഗോൾഗി ബോഡീസ് എന്ന് ഉത്തരം കൊടുക്കാം. ഓക്കെ ആണോ? ഗോൾഗി ബോഡീസ് മനസ്സിലായല്ലോ. അപ്പം ഗോൾഗി ബോഡീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ട്യൂബ്സ്, വെസിക്കിൾസ് ആൻഡ് വാക്യൂൾസ് വിച്ച് ഹെൽപ്സ് ടു സ്റ്റോർ എൻസൈംസ്, മ്യൂക്കസ്, ഹോർമോൺസ് ഇൻ ടു സ്മോൾ പാക്കറ്റ്സ്. ഇനി ഇതെന്താണ്? ഇതിനറിയപ്പെടുന്നത് എങ്ങനെ? സെക്രട്ടറി ഓർഗനലെ ഓഫ് ദ സെല്ലാണ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് പാക്കിംഗ് ഓർഗനലെ, ട്രാഫിക് പോലീസ് ഓഫ് എ സെൽ, മോസ്റ്റ്ലി സീൻ ഇൻ ഗ്ലാൻഡ് സെൽസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഗോൾഗി ബോഡീസ് എല്ലാവർക്കും ഓക്കെ ആണ്. ഇനി അടുത്ത വരുന്നതാണ് റൈബോസോം.
അടുത്ത സ്ട്രക്ചറാണ് എന്ത്? റൈബോസോം എന്ന് പറയുന്നത്. മനസ്സിലായോ? റൈബോസോം ഇവിടെ ചെറിയ തരികളായിട്ടൊക്കെ കാണാം നമുക്ക് റൈബോസോമിനെ. ഇവിടെ റൈബോസോമിൻ്റെ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. റൈബോസോം ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ ചെറിയ സ്പിയർ, ചെറിയ വട്ടം പോലെ ഇരിക്കുന്ന ഈ സാധനങ്ങളാണ് എന്ത്? ഈ റൈബോസോം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം റൈബോസോം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈബോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഗ്രാന്യൂൾ ലൈക്ക് സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞു ഇവിടെ എല്ലാം എന്തുവാ? ചെറിയ ചെറിയ തരികളായിട്ടാണ് കാണപ്പെടുന്നത്. റൈബോസോം സ്മോൾ ഗ്രാന്യൂൾ ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് RNA, റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പം ഇത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RNA കൊണ്ടാണ് റൈബോസോം നിർമ്മിച്ചിരിക്കുന്നത്. ഈ റൈബോസോമിനെ ആര് നിർമ്മിക്കുന്നു? നമ്മുടെ ശരീരത്തിൽ ഈ റൈബോസോമിനെ ആര് നിർമ്മിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ നിർമ്മിക്കുന്നത്? റൈബോസോം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ന്യൂക്ലിയോലസ്. അപ്പോൾ ന്യൂക്ലിയോലസ് ആണ് എന്തുണ്ടാക്കുന്നത്? റൈബോസോം ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ റൈബോസോം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂക്ലിയസ് പഠിക്കുമ്പോൾ പറയും. ഓക്കെ, ആ ന്യൂക്ലിയസിനകത്തുള്ള ചെറിയ ഗോളാകൃതിയിലൊക്കെ കാണപ്പെടുന്ന ഒരു സാധനമാണ് ഈ ന്യൂക്ലിയോലസ്, അല്ലെ മർമ്മകം എന്നൊക്കെ മലയാളത്തിൽ പറയും. ആ ന്യൂക്ലിയോലസ് ആണ് എന്തിനെ ഉണ്ടാക്കുന്നത്? റൈബോസോം. ഈ റൈബോസോം എന്താ ചെയ്യുന്നത്? പ്രോട്ടീൻ ഫാക്ടറി ഓഫ് ദ സെൽ. റൈബോസോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഫാക്ടറി ഓഫ് ദ സെൽ. മനസ്സിലായോ? ദ സെൽ ഓർഗനിലെ വിച്ച് ജനറേറ്റ്സ് ഓർ വിച്ച് പ്രൊഡ്യൂസസ് പ്രോട്ടീൻ, അതാണ് എന്ത്? റൈബോസോം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന, അല്ലെ ശരീരത്തിൽ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം, പ്രോട്ടീൻസിനെ നിർമ്മിക്കുന്നത്, മാംസ്യത്തെ നിർമ്മിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈബോസോം എന്ന് പറയാം. മനസ്സിലായോ? അപ്പം റൈബോസോം എന്താ? ചെറിയ ചെറിയ തരികളായി കാണപ്പെടുന്ന സ്മോൾ ഗ്രാന്യൂൾ ലൈക്ക് സ്ട്രക്ചർ ആണ്, വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് RNA and it is made by ribosome is made by nucleolus. Ribosome is made by nucleolus and it is also known as protein factory of a cell. അത് ഉണ്ടാക്കുന്ന ആരെ ഉണ്ടാക്കുന്നത്? അത് പ്രോട്ടീൻസ്, നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻസിനെ ഉണ്ടാക്കുന്നതാണ് റൈബോസോം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ രണ്ട് വ്യത്യാസങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ സെൽ ഓർഗനിലെ അല്ലെങ്കിൽ റൈബോസോമിൻ്റെ രണ്ട് വ്യത്യാസങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കി എല്ലാ സെൽ ഓർഗനിലെയും, നമ്മൾ പഠിക്കുന്ന എല്ലാ സെൽ ഓർഗനിലെയും ഈസ് കവേർഡ് വിത്ത് സം മെംബ്രെയിൻ. മനസ്സിലായോ? നമ്മൾ പഠിക്കുന്ന മറ്റ് സെൽ ഓർഗനൈസ് ആയാലും അതെല്ലാം ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് മെംബ്രെയിൻ കൊണ്ട് കവേർഡ് ആയിരിക്കും, അല്ലെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അങ്ങനെ ഒരു കവറിങ്ങോ പ്രൊട്ടക്ഷനോ ഇല്ലാത്ത ഏക സെൽ ഓർഗനിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈബോസോമ. ദ only cell organelle which is not covered by any membrane or which is not protected by any membrane, അതാണ് ആര്? റൈബോസോം. മനസ്സിലായോ? സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെടാത്ത ഏക കോശാംഗം. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈബോസോമ. മനസ്സിലായോ? അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന മിക്ക സാധനവും ഈ പറയുന്ന യൂക്യാരിയോട്ടിൽ മാത്രമേ വരത്തുള്ളൂ, പ്രോക്യാരിയോട്ടിൽ വരത്തില്ല. മനസ്സിലായോ? പ്രോക്യാരിയോട്ട് എന്താണ്, യൂക്യാരിയോട്ട് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പം ഇത് എവിടെ കാണത്തുള്ളൂ? പ്രോക്യാരിയോട്ടിൽ മാത്രമേ ഈ പറഞ്ഞ മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഗോൾഗി ബോഡീസ്, ലൈസോസോം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ പ്രോക്യാരിയോട്ടിലെ കാണപ്പെടുത്തുള്ളൂ. മനസ്സിലായോ? യൂക്യാരിയോട്ടിലും പ്രോക്യാരിയോട്ടിലും ഒരേപോലെ കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റൈബോസോമ. റൈബോസോം ഈസ് സീൻ ഇൻ ബോത്ത് പ്രോക്യാരിയോട്ട് ആൻഡ് യൂക്യാരിയോട്ട്. മനസ്സിലായോ? ഇനി പെട്ടെന്ന് ഞാൻ എന്താണ് പ്രോക്യാരിയോട്ടും എന്താണ് യൂക്യാരിയോട്ടും എന്നുള്ളത് പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം. എന്താ ഈ പ്രോക്യാരിയോട്ട്? സെൽ വിച്ച് ഹാസ് നോ റെഗുലർ ന്യൂക്ലിയസ്. മനസ്സിലായോ? വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്തത്. സെൽ വിച്ച് ഡസ് നോട്ട് ഹാവ് എനി റെഗുലർ ന്യൂക്ലിയസ്. മനസ്സിലായോ? അതാണ് പ്രോക്യാരിയോട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സെൽ വിത്ത് പ്രിമിറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയും. ഈ വാക്കിൻ്റെ അർത്ഥം അത് തന്നെ. പ്രോ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ്, ക്യാരിയോട്ട് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്. മനസ്സിലായോ? വ്യക്തമായ മർമ്മമില്ലാത്തത്, അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് പറയാം വിത്തൗട്ട് എ ന്യൂക്ലിയസ്. സെൽസ് വിത്തൗട്ട് എ ന്യൂക്ലിയസ്. അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കാണുന്നത്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ അവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അത് റെഗുലറായിട്ട് കാണുന്ന ഒരു കറക്റ്റ് സ്ട്രക്ചർ വരുന്ന ഒരു ന്യൂക്ലിയസ് അല്ല. അതിൻ്റെ ന്യൂക്ലിയർ മെംബ്രെയിനാണ് അവർക്ക് ഇല്ലാത്തത്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്തതുകൊണ്ട് അവർ റെഗുലറായിട്ടായിരിക്കത്തില്ല ഇരിക്കുന്നത്. ഇറഗുലർ ആയിട്ടുള്ളൊരു ന്യൂക്ലിയസ് ആയിരിക്കും. അപ്പം കറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? സെൽസ് വിച്ച് ഹാസ് ഇറഗുലർ ന്യൂക്ലിയസ്. അതാണ് എന്ത്? പ്രോക്യാരിയോട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളി എന്ത് പറയാം?
ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽ വിത്തൗട്ട് എ ന്യൂക്ലിയസ്, അതാണ് എന്ത് പ്രോക്യാരിയോട്ട്. ഇനി യൂക്യാരിയോട്ട് എന്ന് പറയുമ്പോഴോ സെൽ വിത്ത് എ റെഗുലർ ന്യൂക്ലിയസ്, ഒരു വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള സാധനങ്ങളെ കോശങ്ങളാണ് എന്ത് യൂക്യാരിയോട്ട്. നമ്മളൊക്കെ ഇപ്പം പ്ലാന്റ് സെല്ല്, ആനിമൽ സെല്ല്, അതൊക്കെ എന്തുവാ ഒരു വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ളതാണ്. മനസ്സിലായോ? അപ്പം അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്, യൂക്യാരിയോട്ടിനകത്ത് വരുന്നത്. ഈ രണ്ടെണ്ണത്തിനകത്തും ഉൾപ്പെടുന്ന ഒരാളാണ് ആര്, റൈബോസോം എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പം റൈബോസോമും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തതിനകത്തോട്ട് നോക്കാം. അടുത്താണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. അടുത്തതിനകത്ത് വരുന്നതാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. മനസ്സിലായോ? നമുക്ക് നോക്കാം. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്താണ്ടേ ഒരു പാത്താണ്. നമ്മുടെ ഈ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പോഷകങ്ങളും മറ്റും കൊണ്ടുപോകുന്ന അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പാത്താണ് ഈ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുന്നത്. മനസ്സിലായോ? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ചോദിച്ചു കഴിഞ്ഞാൽ ട്യൂബ്യൂൾസ് ലൈക്ക് സ്ട്രക്ചർ ഫൗണ്ട് ഇൻസൈഡ് സൈറ്റോപ്ലാസം. നമ്മുടെ കോശദ്രവ്യത്തിൽ അല്ലെ സൈറ്റോപ്ലാസത്തിനകത്ത് കാണപ്പെടുന്ന ട്യൂബ് പോലുള്ള സ്ട്രക്ചറുകൾ. മനസ്സിലായോ? ട്യൂബ് പോലുള്ള സ്ട്രക്ചറുകൾ, അതാണ് എന്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയും. മനസ്സിലായോ? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഫോം സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഓഫ് ദ സെൽ. ഇതെന്താ ചെയ്യുന്നത്? നമ്മുടെ കോശത്തിനൊരു ആകൃതിയും ദൃഢതയും റിജിഡിറ്റിയും ഷേപ്പും സ്ട്രക്ചറും ഒക്കെ കൊടുക്കുന്നത് ആരാ? നമ്മുടെ ഈ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. മനസ്സിലായോ? സെൽസിന് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഷേപ്പ് ഒക്കെ കൊടുക്കുന്നത് ആരാ? ഈ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. അതുകൊണ്ടാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തെ എങ്ങനെ അറിയപ്പെടുന്നത്? സെൽ സ്കെലിറ്റൻ എന്നറിയപ്പെടുന്നത്. കോശാസ്ഥികുടം എന്ന് മലയാളത്തിൽ പറയും. മനസ്സിലായോ? സെൽ സ്കെലിറ്റൻ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. എന്തുകൊണ്ട് അങ്ങനെ അറിയപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോംസ് സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഓഫ് സെൽസ്. ഓക്കെ ആണല്ലോ. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചില്ലയോ റൈബോസോമിനെ കുറിച്ച്? ആ റൈബോസോം എങ്ങനെയാണ് ഒരു സെല്ലിനകത്ത് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈബോസോംസ് ഫ്രീ ആയിട്ട് ഇരിക്കാറുണ്ട്. നമ്മൾ ആ പടം കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതാണ്ട് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന റൈബോസോംസ് ആണ് ഞാനിവിടെ വട്ടം ഇട്ട് വെച്ചേക്കുന്നത്, അല്ലയോ? കുറച്ചുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ താണ്ടെ ഇതാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഈ വരച്ചേക്കുന്നത്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അതിനകത്ത് കുറച്ച് ചെറിയ ചെറിയ കുത്തുകൾ പോലെ കാണപ്പെടുന്നുണ്ട്. മനസ്സിലായോ? അത് എന്താ? അത് ഈ റൈബോസോമാണ്. അപ്പം ചില റൈബോസോം ഫ്രീ ആയിട്ടും കാണപ്പെടാറുണ്ട്, ചില റൈബോസോം ഈ സീൻ അറ്റാച്ച്ഡ് ടു ദ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. മനസ്സിലായോ? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിനോട് ചേർന്ന് കാണപ്പെടാറുണ്ട്, ചിലത് സ്വതന്ത്രമായിട്ടും കാണപ്പെടാറുണ്ട്. അങ്ങനെ ചേർന്ന് കാണപ്പെടുന്ന അറ്റാച്ച്ഡ് വിത്ത് റൈബോസോം, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം വിച്ച് ഈസ് അറ്റാച്ച്ഡ് വിത്ത് റൈബോസോം. ഇതൊക്കെ ഈ കുത്തൊക്കെ കണ്ടോ? ഇവിടെ കുറെ കുത്തുകളൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുന്നത്. മനസ്സിലായോ? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം വിച്ച് ഈസ് അറ്റാച്ച്ഡ് വിത്ത് റൈബോസോം, ഇറ്റ് ഈസ് കോൾഡ് റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഇനി എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം വിച്ച് ഈസ് നോട്ട് അറ്റാച്ച്ഡ് വിത്ത് റൈബോസോംസ്, ദേ ആർ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഇതൊക്കെ ഈ ഒരു ഭാഗം വരുന്നത്, ഇത്രയും വരുന്നത്. മനസ്സിലായോ? ഈ വരുന്ന ഏതാ? നമ്മുടെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. മനസ്സിലായോ? ബാക്കി അതിൻ്റെ മേളിലോട്ടൊക്കെ നോക്കിയാൽ ചെറിയ ചെറിയ കുത്തുകളൊക്കെ കാണുന്നില്ലയോ? ചെറിയ ചെറിയ കുത്തുകളൊക്കെ കാണുന്നില്ലയോ? അതാ പറഞ്ഞത്. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം tubules like structure found inside cytoplasm. It forms the supporting framework of a cell. Endoplasmic reticulum which is attached with a ribosome is called rough endoplasmic reticulum, and which is not attached with a ribosome is called smooth endoplasmic reticulum, and it is known as cell skeleton. Okay, അപ്പം അടുത്ത നമുക്ക് നോക്കാം. അടുത്താണ് എന്ത്? ലൈസോസോം. ഇനി അടുത്ത നമുക്ക് നോക്കാം ലൈസോസോം എന്താണെന്നുള്ളത്. ഓക്കെ ആണേ. ഇനി ലൈസോസോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ. ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ് ലൈസോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈസോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഞ്ചി പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ശരീരത്തിൽ. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കോശത്തിലേക്ക് ഏതെങ്കിലും ഒരു അന്യവസ്തു പ്രവേശിച്ചു കഴിഞ്ഞാൽ, മനസ്സിലായോ? നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കോശത്തിലേക്ക് ഏതെങ്കിലും അന്യവസ്തുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ അന്യവസ്തുക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന പേരാണ് എന്ത്? ആൻറ്റിജൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അന്യവസ്തുക്കൾക്ക് കൊടുക്കുന്ന പേരാണ് ആൻറ്റിജൻ. അങ്ങനെ ഒരു ആൻറ്റിജൻ കയറിക്കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാൻ ശേഷിയുള്ള ദഹനരസങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സഞ്ചിയാണെന്ത്? ഈ ലൈസോസോം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇറ്റ് ഈസ് എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ വിച്ച് ഹെൽപ്സ് ടു ഡിസ്ട്രോയ് ദ ആൻറ്റിജൻ.
വിച്ച് എൻറ്റേഴ്സ് ഇൻ ടു ദ സെല്ല്. ഒരു സെല്ലിലേക്ക്, ഒരു കോശത്തിലേക്ക് പ്രവേശിക്കുന്ന ആൻറ്റിജനുകൾ അല്ലെങ്കിൽ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന ഒരു സഞ്ചി പോലുള്ള ഒരു സ്ട്രക്ചറാണ് എന്ത് നമ്മുടെ ലൈസോസോം എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ലൈസോസോം ഈസ് ഓൺലി സീൻ ഇൻ ആനിമൽ സെല്ല്. നമ്മുടെ ആനിമൽ സെല്ലിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗം അല്ലെങ്കിൽ ഒരു സെൽ ഓർഗനിലെ കൂടിയാണ് ലൈസോസോം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു ഇത് ദഹനരസങ്ങളൊക്കെ അടങ്ങിയ ഒരു സഞ്ചിയാണ്, അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന ദഹനരസങ്ങൾ അടങ്ങിയ സഞ്ചിയാണ്, ഡൈജസ്റ്റീവ് ജ്യൂസൊക്കെ ഉള്ള ഒരു സഞ്ചിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എങ്ങനെ വിളിക്കാം? ഡൈജസ്റ്റീവ് ബാഗ് എന്ന് വിളിക്കാം. ഒരു കോശത്തിലെ ഡൈജസ്റ്റീവ് ബാഗ് ഇൻ എ സെൽ ഈസ് കോൾഡ് ലൈസോസോം. സൂയിസൈഡൽ ബാഗ് ഇൻ എ സെൽ ഈസ് കോൾഡ് ലൈസോസോം. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ നമുക്ക് ലൈസോസോമിനെ വിളിക്കാം. പിന്നെയും പേര് വിശേഷണങ്ങളൊക്കെ ഉണ്ട്. ആറ്റം ബോംബ് ഓഫ് എ സെൽ അല്ലെ ബോംബ് ഓഫ് എ സെൽ എന്നൊക്കെ പറയുന്ന ആരാ? നമ്മുടെ ഈ ലൈസോസോം തന്നെയാണ്. മനസ്സിലായോ? അപ്പം പ്രധാനമായിട്ട് ഇത്രയും കാര്യം ഓർത്തിരിക്കുക. അപ്പം ലൈസോസോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൽ ഓർഗനിലെ വിച്ച് ഈസ് സീൻ ഓൺലി ഇൻ ആനിമൽ സെൽ and it is a sac-like structure which helps to destroy the antigen which enters into the cell. Okay ആണല്ലോ. ഇനി it is known as digestive bag, suicidal bag. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതാ ലൈസോസോം എന്ന് പറയുന്നത്. ഇതാണ് ലൈസോസോം. ലൈസോസോം എന്ന് പറയുന്നതാണ് നമ്മൾ വരച്ച് വെച്ചേക്കുന്നത്. മനസ്സിലായോ? ഇവിടെയൊക്കെ വരച്ചിട്ടുണ്ട്. ലൈസോസോം ഒക്കെ ഇവിടെയൊക്കെ കാണാം. അപ്പോൾ ഇതാണ് ലൈസോസോം എന്ന് പറയുന്നത്. ഓക്കെ ആണേ. ഇനി 10ാമത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്ന സാധനം നമുക്ക് പഠിക്കാം. ഓക്കെ ആണല്ലോ. എന്താണ് ഒരു ന്യൂക്ലിയസ്? ന്യൂക്ലിയസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോശത്തിനെ നിയന്ത്രിക്കുന്ന ഒരു കോശത്തിൻ്റെ തലച്ചോറ് എന്നൊക്കെ പറയാം. ബ്രെയിൻ ഓഫ് എ സെൽ. ന്യൂക്ലിയസിന് നമ്മൾ സിമ്പിളായിട്ടൊരു ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറയാം? ഇറ്റ് ഈസ് എ ബ്രെയിൻ ഓഫ് എ സെൽ, അല്ലെങ്കിൽ ഇറ്റ് വർക്ക്സ് ആസ് ലൈക്ക് എ ബ്രെയിൻ ഓഫ് എ സെൽ. മനസ്സിലായോ? നമ്മുടെ കോശത്തിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോൾ റൂം പോലെ നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇറ്റ് കൺട്രോൾസ് ആൻഡ് റെഗുലേറ്റ്സ് ഓൾ ദ ഫങ്ഷണൽ ആക്ടിവിറ്റീസ് ഓഫ് ദ സെൽ. ഒരു സെല്ലിനകത്ത് നടക്കുന്ന, ഒരു കോശത്തിനകത്ത് നടക്കുന്ന ഒരു കോശത്തിനകത്ത് നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും, എല്ലാ ഫങ്ഷണൽ ആക്ടിവിറ്റീസിനെയും നിയന്ത്രിക്കുകയും റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ആര്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആൻഡ് ദ ന്യൂക്ലിയസ് വാസ് ഡിസ്കവർഡ് ബൈ റോബർട്ട് ബ്രൗൺ ഇൻ 1831. ഈ ന്യൂക്ലിയസിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാ? റോബർട്ട് ബ്രൗൺ ആണ്. അതിന് ഈ ന്യൂക്ലിയസ് എന്ന പേര് കൊടുത്തതും ആര് തന്നെ? റോബർട്ട് ബ്രൗൺ തന്നെ. മനസ്സിലായോ? അപ്പം എന്താണ് ന്യൂക്ലിയസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is a cell organelle which controls and regulates all the functional activities of the cell. So it is known as the brain of the cell, control room of the cell, master of the cell. അപ്പം ഇങ്ങനെയൊക്കെ വിശേഷണം കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്ത്? നമ്മുടെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? ലാർജസ്റ്റ് സെൽ ഓർഗനിലെ ഇൻ എ സെൽ. ഒരു കോശം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും വലിയ സെൽ ഓർഗനിലെ ആയിട്ട് നമുക്ക് പറയാവുന്നത് ആരെയാ? ന്യൂക്ലിയസിനെയാണ്. മനസ്സിലായോ? ഇതാണ് ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചറാണ് ഈ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ഈ ന്യൂക്ലിയസിനെയും ചുറ്റുന്ന ഒരു, ഞാനിവിടെ സൈഡിലും കൂടെ ചെറുതായിട്ടൊന്ന് വരയ്ക്കാം. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് ന്യൂക്ലിയസും ഇതൊരു ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഈ ന്യൂക്ലിയസിനെ ചുറ്റുന്ന ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഇതിന് കാണും. അപ്പോൾ ഇതെന്തുവാ? ഇതൊരു ന്യൂക്ലിയർ മെംബ്രെയിനാണ്. ന്യൂക്ലിയർ മെംബ്രെയിനാണ്. മനസ്സിലായോ? ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ചുറ്റും ചെറിയ ചെറിയ ഈ ഹോൾസ് ഉണ്ട്, പോറുകളുണ്ട്. മനസ്സിലായോ? അപ്പം ന്യൂക്ലിയർ മെംബ്രെയിനിന് ചുറ്റും കാണുന്ന ചെറിയ ചെറിയ ഹോൾസ് വരും. മനസ്സിലായോ? ഈ ഹോൾസിന് പറയുന്ന പേരാണ് ന്യൂക്ലിയർ പോർ എന്ന് പറയും. ഈ ഹോൾസിന് പറയുന്ന പേരെന്തുവാ? ന്യൂക്ലിയർ പോർ എന്ന് പറയും. മനസ്സിലായോ? ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്നൊക്കെ പറയുന്നതാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഈ പോറാണെന്ത്? ഈ പോറാണ് ന്യൂക്ലിയർ, അല്ലെങ്കിൽ ആ ഒരു ഹോൾ പോലുള്ള ഒരു ഭാഗമാണ് ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ന്യൂക്ലിയർ പോറിൻ്റെ ജോലി എന്തുവാ? സാധനങ്ങളെ അകത്തേക്കും പുറത്തേക്കും ഒക്കെ കടത്തിവിടുന്ന ആളാണ് ആര്? ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത്. മനസ്സിലായോ?
ഞാൻ നേരത്തെ നമ്മൾ കുറച്ച് മുമ്പ് സൈറ്റോപ്ലാസവും പ്രോട്ടോപ്ലാസവും പഠിക്കാൻ വേണ്ടിയിട്ട് സൈറ്റോപ്ലാസം പഠിക്കാൻ വേണ്ടി നമ്മളൊരു ന്യൂക്ലിയസ് എടുത്ത് പുറത്ത് വെച്ചായിരുന്നു. ആ ന്യൂക്ലിയസ് നമ്മളെടുത്ത് കയ്യിൽ വെച്ച് ന്യൂക്ലിയസിന് നോക്കുമ്പം അതിന് ചുറ്റും പൊതിഞ്ഞ് വെച്ചേക്കുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്. അതിന് നമ്മളൊരു പേര് കൊടുത്ത് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന്. ആ ന്യൂക്ലിയർ മെംബ്രെയിന് ചുറ്റും ചെറിയ ചെറിയ കുഴികൾ കാണാം. അതിന് നമ്മൾ പേര് കൊടുത്ത് ന്യൂക്ലിയർ പോർ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. മനസ്സിലായോ? ഇനി ആ ന്യൂക്ലിയർ പോറിൻ്റെ ജോലി എന്തുവാ? ഇനി അതിനകത്തോട്ട് ആളെ കയറ്റുകയും പുറത്തിറക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ആര്? ഈ ന്യൂക്ലിയർ പോർ. മനസ്സിലായോ? മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ് ഇസ് കൺട്രോൾഡ് ബൈ ന്യൂക്ലിയർ പോർ. മനസ്സിലായോ? ഇനി ന്യൂക്ലിയർ പോറിൻ്റെ ഒക്കെ സമ്മതം കിട്ടി ഞാൻ ഇതിനകത്ത് ചാടി കയറി, നമ്മുടെ ന്യൂക്ലിയസിനകത്ത് ചാടി കയറി. എനിക്ക് ചുറ്റും ഒരു ലിക്വിഡ് പോലുള്ള ഒരു ഭാഗം കാണും. അതിനെയാണ് ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ന്യൂക്ലിയോപ്ലാസം എന്ന് പറയും. ഇതിന് ചുറ്റും കാണുന്ന ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് കാണുന്ന ഒരു ഫ്ലൂയിഡ് ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ട്, ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ മൊത്തത്തിൽ ഞാൻ വിളിക്കുന്നതാണ് ന്യൂക്ലിയോപ്ലാസം. ആ ന്യൂക്ലിയോപ്ലാസത്തിൽ ഞാനിവിടെ നിൽക്കുമ്പം ഇതിനകത്ത് കയറി ഞാൻ നോക്കുമ്പോൾ ദൂരെ ഒരു ചെറിയൊരു സ്പെറിക്കൽ ഷേപ്പിലുള്ള ഒരു ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഒരു സാധനം കാണും. അതിനകത്ത് നിന്ന് നോക്കുമ്പോഴാണ് സ്പെറിക്കൽ ഷേപ്പ് സ്ട്രക്ചർ ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. അതിനെന്ത് പേരുണ്ട് ആണ്? അതാണ് നമ്മുടെ ന്യൂക്ലിയോലസ്, അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് മർമ്മകം എന്നൊക്കെ പറയും. മർമ്മകം എന്നൊക്കെ പറയും. മനസ്സിലായോ? ന്യൂക്ലിയോലസ് അല്ലെങ്കിൽ മർമ്മകം. അപ്പം ആ ഗോളാകൃതിയിൽ ആ സ്പെറിക്കൽ ഷേപ്പിൻ്റെ ഒക്കെ കണ്ട് ഞാൻ അതിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പം അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ന്യൂക്ലിയോലസ്. എന്താ അതിൻ്റെ ജോലി? ന്യൂക്ലിയോലസിൻ്റെ ജോലി എന്തുവാ? നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു. ന്യൂക്ലിയോലസിൻ്റെ ജോലി നമ്മൾ നേരത്തെ ഇവിടെ ഒന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്തുവാ ന്യൂക്ലിയോലസിൻ്റെ ജോലി? ഇറ്റ് മേക്സ് റൈബോസോം, ഹെൽപ്സ് ഇൻ മേക്കിംഗ് റൈബോസോം. റൈബോസോമിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ആളാണ് ആര്? ന്യൂക്ലിയോലസ് അല്ലെങ്കിൽ മർമ്മകം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് കാണപ്പെടുന്ന ഗോളാകൃതിയിലെ ഭാഗമാണെന്ത്? ന്യൂക്ലിയോലസ് എന്ന് പറയും. മനസ്സിലായോ? ന്യൂക്ലിയോലസ് അല്ലെങ്കിൽ മർമ്മകം എന്ന് പറയും. ഓക്കെ ആണ്? അപ്പോൾ ഇത്രയും സ്ട്രക്ചർ ഒക്കെയാണ്. അപ്പോൾ ഇതിന് ചുറ്റും കാണുന്ന ഞാനൊരു ന്യൂക്ലിയസ് എടുത്ത് അതിന് ചുറ്റും ഒരു മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ. ആ ന്യൂക്ലിയർ മെംബ്രെയിന് ചുറ്റും ഒരു ചെറിയ ചെറിയ കുഴികളുണ്ട്. അതിന് ന്യൂക്ലിയർ പോർ എന്ന് കൊടുത്തു. അതിൻ്റെ ജോലി എന്തുവാ? ഇറ്റ് ട്രാൻസ്പോർട്ട്സ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ സെൽ. ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. അപ്പോൾ അതിൻ്റെയൊക്കെ സമ്മതം കിട്ടി ഞാൻ ന്യൂക്ലിയസിനകത്ത് ചാടി നുഴഞ്ഞു കയറിയപ്പം ഞാനൊരു ഫ്ലൂയിഡ് പോലുള്ള തറയിലാണ് ചവിട്ടുന്നത്. ആ സ്ഥലത്തിന് പേരാണെന്ത്? ന്യൂക്ലിയോപ്ലാസം. ഞാൻ അവിടെ നിന്ന് നോക്കുമ്പം അവിടെ ഒരു സ്പെറിക്കൽ ഷേപ്പ്ഡ് ഒരു സ്ട്രക്ചർ കാണാം. ഇതാണ് കാര്യം പറഞ്ഞേക്കുന്നത്. സ്പെറിക്കൽ ഷേപ്പ്ഡ് സ്ട്രക്ചർ കാണാം. അതിനെ ഞാൻ എന്ത് പേര് കൊടുത്ത്? സ്പെറിക്കൽ ഷേപ്പ്ഡ് സ്ട്രക്ചർ കാണാം. അതിനെന്തോ പേര് കൊടുത്തേ? ന്യൂക്ലിയോലസ് അല്ലെങ്കിൽ മർമ്മകം എന്ന് വിളിച്ചു. അതിൻ്റെ ഫംഗ്ഷൻ എന്തുവാ? ഇറ്റ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ഓഫ് റൈബോസോംസ്. ഓക്കെ ആണല്ലോ. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം എനിക്ക് ന്യൂക്ലിയസിൻ്റെ ജോലിയൊക്കെ മനസ്സിലായി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ ചുറ്റിനും ചില ഇങ്ങനെ ത്രെഡ് പോലെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന കാണാം. മനസ്സിലായോ? ദാണ്ട ഇവിടെ കിടക്കുന്ന കാണാവോ? ചില ത്രെഡുകൾ പോലെ ഇങ്ങനെ ത്രെഡ് നൂല് കിടക്കുന്ന പോലെ ഇങ്ങനെ പിണഞ്ഞ് കിടക്കുന്ന കാണാവോ? ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിൻ റെക്ടിക്കുലം എന്ന് പറയും. മനസ്സിലായോ? ന്യൂക്ലിയോലസിന് ചുറ്റും അല്ലെങ്കിൽ ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോലസിന് ചുറ്റുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ, അതിനെയാണ് എന്ത് പറയുന്നത്? ക്രോമാറ്റിൻ റെക്ടിക്കുലം എന്ന് പറയുന്നത്. ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ സീൻ അറൌണ്ട് ന്യൂക്ലിയോലസ് ഇൻസൈഡ് എ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോലസിന് ചുറ്റുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ, ഈ പോയേക്കുന്ന ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഒക്കെ ഉണ്ടല്ലോ, ഇതിന് ചുറ്റും എന്തുണ്ട്? ഇങ്ങനെ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഇതിന് ഞാനിട്ട പേരാണ് ക്രോമാറ്റിൻ റെക്ടിക്കുലം. എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ സീൻ അറൌണ്ട് ന്യൂക്ലിയോലസ് ഇൻസൈഡ് എ ന്യൂക്ലിയസ് ഇസ് കോൾഡ് ക്രോമാറ്റിൻ റെക്ടിക്കുലം. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഈ ക്രോമാറ്റിൻ റെക്ടിക്കുലത്തിനകത്തോട്ട് ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായോ? ക്രോമാറ്റിൻ റെക്ടിക്കുലം കണ്ടേ? ആ ക്രോമാറ്റിൻ റെക്ടിക്കുലത്തിനകത്തോട്ട് സൂക്ഷിച്ച് നോക്കിയപ്പം അതിനകത്ത് എന്ത് കാണാം?
ജീനുകൾ കാണാം. അതായത് നമ്മുടെ സെൽ ഡിവിഷൻ പഠിക്കുമ്പം ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലമാണ് എന്തായിട്ട് മാറുന്നത്? ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലമാണ് പിന്നീട് ക്രോമസോംസ് ആയിട്ട് മാറുന്നതും ക്രോമസോംസ് ആയിട്ട് ഒക്കെ മാറുന്നത്. അതിനകത്താണ് എന്ത് ജീൻ ഇരിക്കുന്നതും അതിനകത്താണ് എന്ത് DNA ഒക്കെ ഇരിക്കുന്നത്. മനസ്സിലായോ? അതിന് അങ്ങോട്ട് മുമ്പോട്ടുള്ള സ്ലൈഡിനകത്തൊക്കെ കാണാം. അപ്പം എന്താണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ സീൻ ഇൻസൈഡ് എ ന്യൂക്ലിയസ് അറൌണ്ട് ദ ന്യൂക്ലിയോളസ്. മനസ്സിലായോ? ഇറ്റ് കണ്ടെയ്ൻസ് ജീൻ. അതിനകത്താണ് എന്തിരിക്കുന്നത്? ജീൻ ഇരിക്കുന്നത്. അപ്പം ജീൻ ഇരിക്കുന്നത് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീൻ ഈസ് പ്രസന്റ് ഇൻസൈഡ് inside chromatin reticulum. Inside chromatin reticulum. Gene is present inside chromatin reticulum. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഇതാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ ഇവിടെ വരച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ന്യൂക്ലിയസ് എന്തുവാ? ഇറ്റ് കൺട്രോൾസ് ഓർ റെഗുലേറ്റ്സ് ഓൾ ദ ഫങ്ഷണൽ ആക്ടിവിറ്റീസ് of the cell, and it is known as brain of the cell, control room of a cell, mast of the cell, and it was discovered by Robert Brown in the year 1831, and it is the largest cell organelle in a cell. Spherical shaped structure inside the nucleus is called nucleolus, and thread like structure seen around the nucleolus inside the nucleus is called chromatin reticulum, and in that chromatin reticulum എന്താ കാണാൻ പറ്റുന്നത്? We can see genes. Gene is present inside the chromatin reticulum. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്തത് ആണ് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ന്യൂക്ലിയസ് കഴിഞ്ഞ് ഇനി അടുത്ത വരുന്നതാണ് പ്ലാസ്റ്റിഡ്സ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന സാധനമാണെന്ത്? പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനിലെയാണ് എന്ത്? പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. ജനറലി ഹെൽപ്സ് ഇൻ മാനുഫാക്ചർ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ്. അപ്പോൾ പ്ലാസ്റ്റിഡ് എന്തിനെ സഹായിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സസ്യകോശങ്ങളിൽ ആഹാരത്തിൻ്റെ നിർമ്മാണത്തിനും ആഹാരം സംഭരിച്ചു വെക്കാനും ഒക്കെ സഹായിക്കുന്നതാരാ? നമ്മുടെ ഈ പ്ലാസ്റ്റിഡാണ്. മനസ്സിലായോ? ഇനി ഇത് 3 ടൈപ്പ് ഉണ്ട്. പ്ലാസ്റ്റിഡുകൾ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. മനസ്സിലായോ? അപ്പം 3 ടൈപ്പ് പ്ലാസ്റ്റിഡുകളാണുള്ളത്. ഏതൊക്കെയാ 3 ടൈപ്പ് പ്ലാസ്റ്റിഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, പിന്നെ ല്യൂക്കോപ്ലാസ്റ്റ്. നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പം മെയിൻലി 3 ടൈപ്സ്. ഒന്നാമത്താണ് ക്ലോറോപ്ലാസ്റ്റിന്റെ ജോലി എന്തുവാ? പ്രൊവൈഡ്സ് ഗ്രീൻ കളർ. അപ്പം സസ്യങ്ങൾക്കൊക്കെ പച്ച നിറം കൊടുക്കുന്നത് ഏതിൻ്റെ സാന്നിധ്യമാണ്? അല്ലെങ്കിൽ ഏത് പ്ലാസ്റ്റിഡിൻ്റെ കാരണമാണ്? ക്ലോറോപ്ലാസ്റ്റിന്റെ കാരണമാണ്. മനസ്സിലായോ? സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റ് ആണ്. ആൻഡ് ഇറ്റ് ഓൾസോ ടേക്സ് പാർട്ട് ഇൻ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്താണെന്നറിയാലോ? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ. അതായത് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടുകൂടി സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ആ ഫോട്ടോസിന്തസിസിൽ സഹായിക്കുന്ന ഒരു സെൽ ഓർഗനിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിഡാണ്. പ്ലാസ്റ്റിഡിനകത്ത് തന്നെ ആരാ? ക്ലോറോപ്ലാസ്റ്റ് ആണ്. മനസ്സിലായോ? അപ്പം provides green color to the plants and it takes parts in the photosynthesis. And the pigment inside the chloroplast. Chloroplastൽ കാണപ്പെടുന്ന pigment ആണെന്ത്? chlorophyll. മനസ്സിലായോ? And chlorophyll is rich in magnesium. Magnesium rich ആണെന്ത്? chlorophyll എന്ന് പറയുന്നത്. ക്ലോറോഫിലിനകത്ത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു എലമെന്റ് ആണെന്ത്? മഗ്നീഷ്യം എന്ന് പറയുന്നത്. ക്ലോറോഫിൽ is magnesium rich സെൽ ഓർഗനലെ. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? അപ്പം ക്ലോറോപ്ലാസ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത് വരുന്നതാണ് ക്രോമോപ്ലാസ്റ്റ്. ഗീവ്സ് കളർ ടു നമ്മുടെ സസ്യങ്ങളുടെ പൂക്കൾക്ക്, ചെടികൾക്ക്, ഫലങ്ങൾക്കൊക്കെ നിറമൊക്കെ കൊടുക്കുന്നതാണ് എന്ത്? ക്രോമോപ്ലാസ്റ്റിന്റെ ജോലി എന്ന് പറയുന്നത്. അതിനകത്ത് കുറേ പിഗ്മെന്റ്സുകളാണ്, കുറേ കളറിങ് പിഗ്മെന്റ് ആണ്. അതിലൊന്നാമത്താണ് ആന്തോസയാനിൻ. ചുവപ്പ്, പർപ്പിൾ കളറൊക്കെ, റെഡ്, പർപ്പിൾ കളറൊക്കെ കൊടുക്കുന്ന പിഗ്മെന്റ് ആണെന്ത്? ആന്തോസയാനിൻ. രണ്ടാമത്തതാണ് സാന്തോഫിൽ. മഞ്ഞ നിറം നൽകുന്നത്, യെല്ലോ കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാന്തോഫിൽ ആണ്. മൂന്നാമത്തത്
കെരോട്ടിൻ ഒരു യെല്ലോയിഷ് ഓറഞ്ച് കൊടുക്കുന്ന മഞ്ഞ കലർന്ന ഓറഞ്ച്, ഒരു യെല്ലോയിഷ് ഓറഞ്ച് കൊടുക്കുന്നത് ഏത് പിഗ്മെന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെരോട്ടിൻ ആണ്. പിന്നെന്താ ടെർമറിക്കിന്റെ യെല്ലോ കളർ, നമ്മുടെ മഞ്ഞൾ, ടെർമറിക് എന്ന് പറഞ്ഞാൽ മഞ്ഞൾ, മഞ്ഞളിന്റെ മഞ്ഞ നിറത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുർക്കുമിൻ. മഞ്ഞളിന്റെ ടർമറിക്കിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ പിഗ്മെന്റ് ആണ് എന്ത്? കുർക്കുമിൻ. ഓക്കെ. ഇനി ഓറഞ്ച് കളർ, ക്യാരറ്റിന്റെ ഓറഞ്ച് കളറിന് കാരണമാണ് എന്ത്? ക്യാരറ്റിന്റെ ഓറഞ്ച് കളറിന് കാരണമാണ് കെരോട്ടിൻ. ആ വാക്കിനകത്ത് തന്നെ ഉണ്ട്, ക്യാരറ്റ് എന്ന വാക്ക് അതിനകത്ത് തന്നെ ഉണ്ട്, മനസ്സിലായോ? അപ്പൊ ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണം കെരോട്ടിൻ ഏത് കളറാണ് കൊടുക്കുന്നത്? ഒരു യെല്ലോയിഷ് ഓറഞ്ച് കൊടുക്കുന്നതാണ് പിഗ്മെന്റ് ആണ് കെരോട്ടിൻ എന്ന് പറയുന്നത്. ഇനി റെഡ് കളർ ഓഫ് ടൊമാറ്റോ, നമ്മുടെ ടൊമാറ്റോയ്ക്ക് റെഡ് കളർ കൊടുക്കുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്കോപ്പിൻ ആണ്. ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ് ടൊമാറ്റോയ്ക്ക് ചുവന്ന കളർ കൊടുക്കാനുള്ള കാരണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഇതാണ് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്രോമോപ്ലാസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഗീവ്സ് കളർ ടു ദ ഫ്ലവേഴ്സ്, ലീവ്സ്, ഫ്രൂട്ട്സ് എക്സെട്ര. ഓക്കെ. ഇനി ഇതിനകത്തുള്ള പിഗ്മെന്റ്സ് ആണ് ഒന്നാമത്തത് ആന്തോസയാനിൻ വിച്ച് ഗീവ്സ് റെഡ് ആൻഡ് പർപ്പിൾ കളർ, സെക്കൻഡ് സാന്തോഫിൽ വിച്ച് ഗീവ്സ് യെല്ലോ കളർ, and third keratin which gives yellowish orange, and fourth yellow color of the turmeric. Pigment which gives yellow color for turmeric is curcumin, and pigment which gives orange color of carrot which gives orange color to the carrot is keratin, and red color of tomato is due to lycopene. Okay ആണല്ലോ. ഇനി മൂന്നാമത്തെ പ്ലാസ്റ്റിഡ് ആണെന്ത്? ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ലൂക്കോപ്ലാസ്റ്റ് അതിനെ മലയാളത്തിൽ ശ്വേതകണം എന്നൊക്കെ പറയും. ശ്വേതം എന്ന വാക്ക് ഉള്ളതുകൊണ്ട് വൈറ്റ് കളർ എന്ന് എഴുതി വെക്കരുത്, ഇറ്റ് ഹാസ് നോ കളർ. അപ്പൊ ലൂക്കോപ്ലാസ്റ്റിന് എന്തില്ല? കളറില്ല. അതിന്റെ മലയാളമൊക്കെ ശ്വേതകണം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. മലയാള വാക്ക് എന്ന് പറയുന്നത് ശ്വേതകണം എന്നാണ് പറയുന്നത്. ശ്വേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള എന്നൊക്കെ അർത്ഥം വരും. പക്ഷെ എന്ന് പറഞ്ഞ് ഇതിന് വെള്ള നിറം കൊടുക്കരുത്. ലൂക്കോപ്ലാസ്റ്റിന് എന്തില്ല? കളറില്ല. മനസ്സിലായോ? അപ്പൊ ലൂക്കോപ്ലാസ്റ്റിന് നോ കളർ. ഇതിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർസ് ഫുഡ് ഇൻ റൂട്ട് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. നമ്മുടെ ഈ വേരിലും അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിലും ഒക്കെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ കപ്പയിലൊക്കെ കാണുന്ന കപ്പയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടുതൽ കാണപ്പെടുന്ന ഒരു പിഗ്മെന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്ലാസ്റ്റിഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂക്കോപ്ലാസ്റ്റ് ആണ്. അവിടെ എന്തുവാ? ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ സ്റ്റോറേജ് ഓഫ് ഫുഡാണ് ഇതിന്റെ മെയിൻ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ലൂക്കോപ്ലാസ്റ്റിന്റെ മെയിൻ ജോലി എന്തുവാ? ഫുഡ് സ്റ്റോറേജ്. ഓക്കെ ആണല്ലോ. അപ്പം പ്ലാസ്റ്റിഡ്സ് ഇത്രയും ഓക്കെ ആണോ? അപ്പോൾ പ്ലാസ്റ്റിഡ് ഇറ്റ് ഈസ് ഓൺലി ഫൗണ്ട് ഇൻ പ്ലാന്റ് സെൽ, ജനറലി ഹെൽപ്സ് ഇൻ മാനുഫാക്ചർ or storage of food, mainly of three types: chloroplast, chromoplast, leucoplast. First one, chloroplast, provides green color to the plants, takes part in photosynthesis, and the pigment in the chloroplast is called chlorophyll, and this chlorophyll is rich in it is a cell organelle, magnesium rich cell organelle alla, magnesium rich pigment, magnesium rich pigment. Chlorophyll is a pigment which is rich in magnesium. Okay ആണല്ലോ. ഇനി chromoplast gives color to the flowers, leaves, fruits, etc. Main pigments are anthocyanin which gives red and purple color, xanthophyll with yellow color, keratin yellowish orange, yellow color of turmeric curcumin, yellow orange color of carrot keratin, red color of tomato lycopene, and last leucoplast, it has no color and it helps in storage of food, stores the food in root and underground stem. Okay ആണല്ലോ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി അടുത്തതിനകത്തോട്ട് പോകാം. അടുത്താണ് എന്ത്? ക്രോമോസോംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഫൗണ്ട് ഇൻ ന്യൂക്ലിയസ്. നമ്മൾ നേരത്തെ ന്യൂക്ലിയസിന്റെ പടം വരച്ചപ്പം ന്യൂക്ലിയസിന്റെ ഇത് നമ്മൾ നേരത്തെ സെല്ല് ഞാൻ വരയ്ക്കുന്നത് ഞാൻ ന്യൂക്ലിയസ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അപ്പം ഇതൊരു ന്യൂക്ലിയസാണ്. ഈ ന്യൂക്ലിയസിനകത്ത് ഇങ്ങനൊരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞായിരുന്നു, ഇല്ലയോ? ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ പറഞ്ഞു. ഇതാണ് എന്ത്? ക്രോമാറ്റിൻ റെറ്റിക്കുലം. സെൽ ഡിവിഷൻ നടക്കുമ്പം ഈ ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്തായിട്ട് മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ചേഞ്ചസ് ടു ക്രോമോസോംസ്. ഇതെന്തായിട്ട് മാറും? നമ്മുടെ ന്യൂക്ലിയസിനകത്ത് ഇത് ക്രോമോസോംസ് ആയിട്ട് മാറും.
മനസ്സിലായോ? ഇങ്ങനെ ക്രോമസോംസ് ആയിട്ട് മാറും. പിന്നീട് ആണിത് എന്ത്, പിന്നെ ഈ ക്രോമസോംസിനകത്ത് വരുന്നതാണ്, ഈ ഒരു ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നതാണ് ഈ ജീനും ഡി എൻ എ ഒക്കെ പറയുന്നത്. മനസ്സിലായോ? ഇതാണ് അതിൻ്റെ ഒരു ഇതാണ് ക്രോമസോം എന്ന് പറയുന്നത്. ഈ സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രോമസോംസ് എന്ന് വിളിക്കുന്നത്. അപ്പം ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഫൗണ്ട് ഇൻ ന്യൂക്ലിയസ്, ഇറ്റ് ട്രാൻസ്മിറ്റ്സ് കോഡഡ് ഇൻഫർമേഷൻസ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. നമ്മുടെ പാരമ്പര്യത്തെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീൻ്റെ ജനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട ആ ചില സമാനങ്ങൾ ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ ജനറ്റിക്കലി നമുക്ക് പല സാമ്യങ്ങൾ, സിമിലാരിറ്റി ഒക്കെ വരും. ആ സിമിലാരിറ്റീസ് ഒക്കെ വരാൻ, അത്തരത്തിലുള്ള കോഡഡ് ഇൻഫർമേഷൻസ് ഒക്കെ അടുത്ത ജനറേഷനിലോട്ടൊക്കെ വരാൻ കാരണക്കാരായ വ്യക്തിയാണ് ഈ പറഞ്ഞ ക്രോമസോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ട്രാൻസ്മിറ്റ്സ് കോഡഡ് ഇൻഫർമേഷൻ ഫ്രം വൺ ജനറേഷൻ ടു അനദർ. ഓക്കെ ആണല്ലോ? ഇറ്റ് ഇസ് എ ബീഡ് ലൈക്ക് സ്ട്രക്ചർ ഫൗണ്ട് ഓൺ ക്രോമസോം. ക്രോമസോമിനകത്ത് കാണപ്പെടുന്ന ഒരു മുത്ത് പോലെയൊക്കെ കാണപ്പെടുന്ന ഒരു സാധനമാണ് ജീൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്ന ഒരു സാധനമാണ് ജീൻ. ആൻഡ് ജീൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡി എൻ എ. ഈ ജീൻ എന്തോ വെച്ചാൽ ഉണ്ടാക്കിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എൻ എ വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഒരു ക്രോമസോമിൻ്റെ മാത്രം സ്ട്രക്ചർ വരയ്ക്കുകയാണ്. ഇത് ഇങ്ങനെ ഇരിക്കും ക്രോമസോം. ഇതാണ് ഒരു ക്രോമസോം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെ ഒരു ക്രോമസോം ഇരിക്കും. ഇത് ക്രോമസോമിൻ്റെ 2 പാർട്സ് ആണ്. ക്രോമാറ്റിഡ് എന്നൊക്കെ പറയും. ഈ നടുക്കുള്ള ഈ ഇതിന് പറയുന്നതാണ് സെൻട്രോമിയർ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? ഇതിനകത്ത് കാണപ്പെടുന്ന ചില മുത്ത് പോലുള്ള സാധനങ്ങളാണ് ഈ ജീൻസിനകത്ത് എന്തുണ്ട്? ഡി എൻ എ ഉണ്ട്. ആ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രോമസോംസിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പം എന്താണ് ക്രോമസോം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഫൗണ്ട് ഇൻ ന്യൂക്ലിയസ്, ഇറ്റ് ട്രാൻസ്മിറ്റ്സ് കോഡഡ് ഇൻഫർമേഷൻ ഫ്രം വൺ ജനറേഷൻ ടു അനദർ. ബീഡ്സ് ലൈക്ക് സ്ട്രക്ചർ ഫൗണ്ട് ഓൺ ക്രോമസോം ഈസ് കോൾഡ് ജീൻ, ആൻഡ് ജീൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡി എൻ എ. ഓക്കെ ആണല്ലോ? ഇനി ലാസ്റ്റ് നമുക്ക് ഡി എൻ എ എന്താണെന്ന് നോക്കാം. ഡി എൻ എയുടെ ഫുൾ ഫോം ആണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് എന്ത്? ഡി എൻ എയുടെ ഫുൾ ഫോം. ഈ ഡി എൻ എ നമ്മുടെ ന്യൂക്ലിയസിൽ നിന്ന് ഡി എൻ എ വേർതിരിച്ചെടുത്തത് അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്തെടുത്ത ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെഡറിക് മേഷസ് ആണ് എന്ത്? ന്യൂക്ലിയസിൽ നിന്ന് ഡി എൻ എ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രെഡറിക് മേഷസ് ആണ് ന്യൂക്ലിയസിൽ നിന്ന് ഡി എൻ എ ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി സ്ട്രക്ചറൽ മോഡൽ ഓഫ് ഡി എൻ എയുടെ സ്ട്രക്ചറൽ മോഡൽ പ്രപ്പോസ് ചെയ്ത ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് എന്ത്? സ്ട്രക്ചറൽ മോഡൽ ഓഫ് ഡി എൻ എ പ്രപ്പോസ് ചെയ്യുന്നത്. മനസ്സിലായോ? സ്ട്രക്ചറൽ മോഡൽ ഓഫ് ഡി എൻ എ പ്രപ്പോസ് ചെയ്ത ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സൺ ആൻഡ് ക്രിക്ക്. ഈ പേര് ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ക്രിക്കറ്റും ഷെയ്ൻ വാട്സണും ഒക്കെ അറിയാവുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അത് രണ്ടും ചേർത്ത് വായിച്ചാൽ മതി. അപ്പം സ്ട്രക്ചറൽ മോഡൽ ഓഫ് ഡി എൻ എ ഈസ് പ്രപ്പോസ്ഡ് ബൈ വാട്സൺ ആൻഡ് ക്രിക്ക്. ഓക്കെ ആണല്ലോ? ഇനി ഈ ഡി എൻ എക്കകത്ത് കാണപ്പെടുന്ന ചില നൈട്രജൻ ബേസുകളുണ്ട്. അതിൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചോണം. അഡിനിൻ, ഗുവാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഓക്കെ ആണല്ലോ? അപ്പം ഡി എൻ എയിൽ കാണപ്പെടുന്ന ചില നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, ഗുവാനിൻ, തൈമിൻ, സൈറ്റോസിൻ എന്ന് പറയുന്നത്. ആർ എൻ എയിലും ഇതേപോലെ നൈട്രജൻ ബേസുകളുണ്ട്. അവിടെ ഈ തൈമിന് പകരം എന്ത് വരും? യുറാസിൽ വരും. മനസ്സിലായോ? തൈമിന് പകരം യുറാസിൽ വരും. അതായത് ആർ എൻ എക്കകത്തുള്ള നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാ? അഡിനിൻ, ഗുവാനിൻ, തൈമിന് പകരം ആര് വന്ന്? യുറാസിൽ, പിന്നെ സൈറ്റോസിൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇത്രയാണ് ഡി എൻ എ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ഡി എൻ എയുടെ പുറമേ നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഡി എൻ എ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഡി എൻ എ വാസ് ഫസ്റ്റ് ഐസൊലേറ്റഡ് ഫ്രം ന്യൂക്ലിയസ് ബൈ ഫ്രെഡറിക് മേഷസ്, ആൻഡ് സ്ട്രക്ചറൽ മോഡൽ ഓഫ് ഡി എൻ എ വാസ് പ്രപ്പോസ്ഡ് ബൈ വാട്സൺ ആൻഡ് ക്രിക്ക്. Nitrogen bases in DNA are adenine, guanine, thymine and cytosine. In RNA instead of thymine ആരാള്ള? യുറാസിലാണുള്ളത്. അതായത് ആർ എൻ എയിലുള്ള നൈട്രജൻ ബേസ് ആരൊക്കെയാ? അഡിനിൻ, ഗുവാനിൻ, യുറാസിൽ, സൈറ്റോസിൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ ഇന്ന് ഇതുവരെയായിട്ട് നോക്കിയത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ സെൽ എന്താണെന്ന് പറഞ്ഞു.
സെല്ല് കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്, പലതരത്തിലുള്ള സെല്ലുകൾ പല ആൾക്കാർ കണ്ടുപിടിച്ചത് നമ്മൾ പറഞ്ഞു, സെൽ തിയറി പറഞ്ഞു, സെൽ തിയറിയുടെ ഡ്രോബാക്സ് പറഞ്ഞു, പിന്നെ സെൽ സ്ട്രക്ചറിനകത്തോട്ട് കയറി അതിനകത്ത് സെൽ വോൾ, സെൽ മെംബ്രെയിൻ, പ്രോട്ടോപ്ലാസം, സൈറ്റോപ്ലാസം, പിന്നെ മൈറ്റോകോൺട്രിയ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ലൈസോസോം, അങ്ങനെ പലതരത്തിലുള്ള സെൽ ഓർഗനൈസ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായോ? ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഞാനൊന്ന് എഴുതി വെക്കുക. ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സെൽസ്, രണ്ടിനകത്തും കാണപ്പെടുന്ന ചില സെൽ ഓർഗനുകളുടെ പേരുകൾ എഴുതിയിരിക്കുന്നത്. ഒന്ന് മൈറ്റോകോൺട്രിയ, രണ്ടാമത്തത് റൈബോസോം, മൂന്നാമത്തത് ഗോൾഗി ബോഡീസ്, വാക്യൂള് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കോശത്തിനകത്തുള്ള ഈ ജലത്തെയും അതേപോലെ മാലിന്യങ്ങളെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അതിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് വാക്യൂൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? വാക്യൂള് ഇതൊക്കെ എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും രണ്ടിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന സാധനങ്ങളാണ്. മൈറ്റോകോൺട്രിയ, റൈബോസോം, ഗോൾഗി ബോഡീസ്, വാക്യൂള്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഓക്കെ ആണല്ലോ. ഇനി ആനിമൽ സെല്ലിൽ മാത്രം കാണപ്പെടുന്നത്, രണ്ട് പേരാണ് ലൈസോസോം, സെൻട്രോസോം എന്ന് പറയുന്നത്. ഇനി പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന രണ്ട് പേരാണ്, ഒന്ന് പ്ലാസ്റ്റിഡ്, പിന്നെ രണ്ട് സെൽ വോൾ. ഓക്കെ ആണേ. അപ്പം ഇത്രയാണ് നമ്മൾ സ്ട്രക്ചറിനകത്ത് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഇതിനകത്ത് രണ്ടിനകത്തും വരുന്നുണ്ട്, ന്യൂക്ലിയസ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം, രണ്ടിനകത്തും വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് അടുത്തൊരു ചെറിയ ഭാഗമാണ്, തൽക്കാലം നമുക്ക് ചെറുതായിട്ടൊന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പം, സെൽ തിയറി പറഞ്ഞു തുടങ്ങിയപ്പം നമ്മൾ പറഞ്ഞായിരുന്നു, സെൽ തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ M.J. Schleiden ആൻഡ് തിയോഡർ ഷ്വാൻ. സെൽ തിയറിക്ക് അത് പറയുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓൾ ലിവിംഗ് ബീയിങ് ഈസ് കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് സെൽ ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലൈഫ്. പിന്നെ അതിൻ്റെ ഡ്രോബാക്ക് പറഞ്ഞു. ഒന്നാമത്തെ ഡ്രോബാക്ക് എന്തുവായിരുന്നു? ഇറ്റ് ഡസ് നോട്ട് സേസ് അബൌട്ട് ഫോർമേഷൻ ഓഫ് ന്യൂ സെൽസ് ഇതിനകത്ത് പറയുന്നില്ലായിരുന്നു, അല്ലേ? അപ്പോൾ അതിന് പകരം അതിനൊരു പരിഹാരമായിട്ട് 1958 റുഡോൾഫ് വിർഷോ വന്നിട്ട് എന്ത് പറഞ്ഞു? ന്യൂ സെൽസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് ബൈ സെൽ ഡിവിഷൻ. മനസ്സിലായോ? കോശ വിഭജനത്തിലൂടെ നിലവിലുള്ള കോശത്തിൽ നിന്നാണ് പുതിയ കോശം ഉണ്ടാവുന്നത്. അപ്പം നിലവിലുള്ള കോശത്തിൽ നിന്ന് പുതിയ കോശം ഉണ്ടാവുന്ന രീതിയാണ് സെൽ ഡിവിഷൻ. അതാ ഇവിടെ എഴുതിയേക്കുന്ന ആദ്യത്തെ പോയിന്റ്. ദ പ്രോസസ് ബൈ വിച്ച് സെൽ ഇൻക്രീസസ് ഇൻ ദെയർ നമ്പർ. ഒരു സെല്ലിൽ നിന്ന് അത് ഡിവൈഡ് ചെയ്ത് ഒരുപാട് സെൽ ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. സെൽ ഡിവിഷൻ എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, ശരീര വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, വികസിപ്പിക്കുന്നതിന്, മെയിൻ്റനൻസിന്. ഇപ്പം എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുറിവൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ആ മുറിവ് മാഞ്ഞു പോകും. അവിടെ എന്താ സംഭവിക്കുന്നത്? ആ മുറിവ് സംഭവിച്ച അവിടുത്തെ ഭാഗത്തിലെ കോശങ്ങൾ, പുതിയ കോശങ്ങൾ അവിടെ ഉണ്ടായതാണ്. കോശ വിഭജനത്തിലൂടെ പുതിയ സെൽസ് അവിടെ ഉണ്ടാവുന്നതാണ്. മനസ്സിലായോ? അതവിടെ എഴുതിയിരിക്കുന്നത്. സെൽ ഡിവിഷൻസ് ഇസ് ഡൺ ഫോർ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് റിപ്പയർ. രണ്ട് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻസ് ആണ് നടക്കുന്നത്. ഒന്ന് മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സൊമാലിക് സെൽസിൽ നടക്കുന്നത്, അതായത് നമ്മുടെയൊക്കെ ശരീരത്തിൽ, അതായത് ഇപ്പോൾ ഭ്രൂണകോശ നമ്മുടെ സിക്താണ്ഡം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സിക്താണ്ഡം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കയ്യ്, കാല്, അങ്ങനെ പല ഭാഗങ്ങളായിട്ട് വളരുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, ഗ്രോത്തിനും റിപ്പയറിനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടൊക്കെ നടക്കുന്ന വിഭജനം അല്ലെങ്കിൽ ഡിവിഷനാണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. മിയോസിസ് എന്ന് പറയുന്നത് എന്തുവാ? റീപ്രൊഡക്റ്റീവ് സെൽസിൻ്റെ സ്പേം, 23 ക്രോമസോമുള്ള സ്പേമും 23 ക്രോമസോമുള്ള
ഓവവും കൂടെ ചേർന്ന് നമുക്ക് കിട്ടുന്ന ഒരു 46 ക്രോമസോംസ് ഉള്ള ഒരു സിക്താണ്ഡം കിട്ടും. അവിടുന്ന് പിന്നെ അങ്ങോട്ട് നടക്കുന്ന സെൽ ഡിവിഷനാണ് മൈറ്റോസിസ്. അതിനു മുമ്പ് നടക്കുന്ന, അതായത് റീപ്രൊഡക്റ്റീവ് സെൽസിൻ്റെ ഫോർമേഷന് വേണ്ടി അല്ല റീപ്രൊഡക്റ്റീവ് സെൽസിൻ്റെ നടക്കുന്ന സെൽ ഡിവിഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിയോസിസ് ആണ്. മനസ്സിലായോ? ഇതാണ് മൈറ്റോസിസും മിയോസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇതാണ് സെൽ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇത്രയും ക്ലിയർ ആണോ? അപ്പം നമുക്ക് ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് കോശങ്ങളെക്കുറിച്ചാണ്, സെൽസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.